السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلوات ربي وسلامه على رسوله الأمين وعلى آله الطيبين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين. أما بعد. അഭിവന്യരായ യോഗാധ്യക്ഷൻ, ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യരായ ഷംസുദ്ദീൻ ഫൈലി ഉസ്താദ്, മറ്റ് മഹാന്മാരായ പണ്ഡിതന്മാരെ, ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഈ പ്രഭാതത്തിലെ ഒരു വലിയ ഖൈറിന് വേണ്ടിയിട്ടുള്ള ഈ കൂടിച്ചേരലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടുത്ത് സ്വീകാര്യരായ അവന്റെ പരിശുദ്ധ ദീനിന്റെ വലിയ പ്രബോധകരാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ അള്ളാഹു തൃപ്തിപ്പെട്ട പണിക്കാരായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മാറ്റി തീർക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഇൽമ പകർന്നു നൽകിയ മഹാന്മാരായ നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹുമ്മ അലി ദർജതഹും അല്ലാഹുമ്മ അലി ദർജതഹും അല്ലാഹുമ്മ അലി ദർജതഹും അല്ലാഹുമ്മ അലി ദർജതഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അവരുടെ പദവികൾ ഉയർത്തട്ടെ. ആമീൻ. അവർ നൽകിയ ഇൽമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു വീട്ടിലും നാഫിയാക്കി തീർക്കട്ടെ. മഹാന്മാരായ ഗുരുനാഥന്മാരുടെയും ആ മഹാന്മാരായ ഗുരുനാഥന്മാരുടെ അരികിലേക്ക് നമ്മെ കൈപിടിച്ചെത്തിച്ച മഹാന്മാരായ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ദർജയെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ ആമുഖം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയം UAE ടൈം ഏകദേശം 5 മണി കഴിഞ്ഞ് 39 മിനിറ്റ് കഴിഞ്ഞു, 40ലേക്ക് പ്രവേശിക്കുകയാണ്. ഷംസുദ്ദീൻ ഫൈലി ഉസ്താദ് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അധിക ആൾക്കാരും ഒരല്പം കിടന്നുറങ്ങുകയും മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ചയെ നീക്കിവെക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ഓഫീസിൽ മുമ്പത്തതുപോലെ പോകേണ്ടതില്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നേരത്തെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കൂട്ടത്തിലുണ്ട്. അവരോടൊന്നും പറയാൻ മാത്രമുള്ള കോപ്പ് എന്റെ കയ്യിലില്ല എന്ന് ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഇസ്ലാമിക പ്രവർത്തകനാണ് എന്ന ബോധത്തോടു കൂടി വേണം നമ്മളിവിടെ ഇരിക്കാനും നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ നയിക്കാനും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാര് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് വിശ്രമിക്കാനായി ജനങ്ങൾ എല്ലാവരും കൂടി നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കും. ഇൻഷാ അല്ലാഹ് അത് ഖൈറായ സമയത്തും ഖൈറായ സ്ഥലത്തും ഖൈറായ സാഹചര്യത്തിലും അള്ളാഹു ആക്കി തീർക്കട്ടെ. നമ്മുടെ വിശ്രമം ബർസഖിലാണ്.
ഖബറിലേക്ക് കൊണ്ടുവച്ച് ബർസഖിയായ ജീവിതം, അതാണ് നമ്മുടെ വിശ്രമകാലം എന്ന് പറയുന്നത്. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെ വിശ്രമിക്കാൻ സമയം? COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ പിടുത്തത്തിൽ ലോകം അകപ്പെട്ട് കഴിയുന്ന ഈ സാഹചര്യത്തിൽ നേരത്തെ നടന്നു പോകുന്ന ഒരു രീതിയും ശൈലിയും നമുക്ക് അവലംബിക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രമാത്രം വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ അതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങളെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ എന്റെ സംസാരത്തിൽ ഉൾക്കൊള്ളിക്കാൻ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഉൾക്കൊള്ളിക്കാൻ പരിശ്രമിക്കും. അതിനപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങൾ എന്ന നിലക്ക് ആ പ്രസ്ഥാനത്തിലൂടെ പരിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആൾക്കാര് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങളുടെ കാതും കണ്ണും അതിലേക്ക് കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മള് വർഷങ്ങളായി, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൊട്ട് ഇങ്ങോട്ട് പറയും ഇൻഷാ അല്ലാഹ്, വർഷങ്ങളായി സംഘടനാ രംഗത്ത് നമ്മളുണ്ട്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് ഇതുകൊണ്ടുള്ള നമ്മുടെ നേട്ടം? സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂട്ടായ്മയോട്, കൂട്ടം ചേരുന്നതിനോട്, ഹൈറായ കുറെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോട് സ്വാഭാവികമായ ഒരു താല്പര്യം ആ സമൂഹത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യർ എന്ന നിലക്ക് നമുക്കുണ്ടാവാം. എന്റെ ശബ്ദം ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആ ഒരു വികാരത്തിന്റെ പുറത്ത് സമസ്ത എന്ന് പറയുന്നത് ഒരു നല്ല പ്രസ്ഥാനാണ്. അഡ്രസ്സ് പറയാൻ വേണ്ടി പറ്റിയ ഒരു സംഭവമാണ്. കുറെ ആലിമീങ്ങളാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. നമുക്കും അതിന്റെ പേരിൽ ഒരു കൂട്ടായ്മ ഇരിക്കട്ടെ. മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയാണോ നമ്മൾ ഈ സംഘടനയെ, നമ്മുടെ ഈ പ്രവർത്തനത്തെ നാം സമീപിക്കേണ്ടത്? ചില ആൾക്കാര് അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തെ സമീപിക്കുന്ന നിരവധിയായ ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവർ ഓൾറെഡി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവരുടെ നീയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അവരെ തിരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ സമസ്തയുടെ ഭാഗമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കുറച്ച് ആൾക്കാർക്ക് പ്രസിഡന്റ് ആവാൻ, കുറച്ച് ആൾക്കാർക്ക് സെക്രട്ടറി ആവാൻ, കുറച്ച് ആൾക്കാർക്ക് ഭാരവാഹികളാവാൻ, സമൂഹത്തിന്റെ കീ പോസ്റ്റിലേക്ക് കുറെ ആൾക്കാർക്ക് കടന്നു വരാൻ, സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള അതിന്റെ കീ കയ്യിൽ കിട്ടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനമല്ല. അതൊരു അനിവാര്യതയുടെ ഭാഗമാണ്.
അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും തേട്ടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് നിലനിർത്താൻ ചില സമൂഹത്തെ ഉണ്ടാക്കും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രസ്ഥാനാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കേവലം ഒരു കൂട്ടായ്മയല്ല, നമ്മളൊരു ആദർശ ബന്ധിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. ഞാൻ വർഷങ്ങളായി UAE നാഷണൽ SKSSF-ൽ കാലങ്ങളായി നിരന്തരം അഭ്യർത്ഥിച്ച ഒരു വിഷയമുണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് താല്പര്യം കൊണ്ട് കടന്നു വന്ന ആൾക്കാരെ, ആ ആൾക്കാർക്ക് ആദ്യത്തെ 1-2 വർഷങ്ങൾ അവരെ നിരന്തരമായ ക്ലാസുകൾക്ക് വിധേയമാക്കുകയും ഒരു 2 വർഷം കൊണ്ടെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ബേസ് അവർക്ക് മനസ്സിലാവത്തക്ക രീതിയിലുള്ള ക്ലാസ് കൊടുത്തിട്ട് അല്പം ആ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഒരു ബോധമുള്ള ഒരു സമൂഹത്തെ നോട്ട് ചെയ്തിട്ട് അവർക്ക് അത്തരം ആൾക്കാർക്ക് മാത്രം പിന്നീട് അങ്ങോട്ട് സംഘടനയിൽ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് നിരന്തരമായി ഈ വിനീതൻ UAE നാഷണൽ SKSSF-ല് പലപ്പോഴായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളിവിടെ എല്ലാ എമിറേറ്റ്സിലും പണ്ഡിത സംഗമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പണ്ഡിത കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, യുവപണ്ഡിതന്മാരുടെ കൂട്ടായ്മകൾ. സുന്നത്ത് ജമാഅത്തിന്റെ ആയിട്ടുള്ള വിഷയങ്ങളെ ആ പണ്ഡിത കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ നമ്മളൊരു ആദർശബന്ധിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. ഞാനിത് പറയാൻ കാരണം, കേവലം ഒരു ചാരിറ്റി സംഘടനയെ സമീപിക്കുന്നത് പോലെ, കേവലം ഒരു രാഷ്ട്രീയ സംഘടനയെ സമീപിക്കുന്നത് പോലെ, കേവലം എന്തെങ്കിലും ചില പരോപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഈ സംഘടനയെ സമീപിച്ചാൽ പോരാ. ആ ഒരു ധാരണ നമ്മളങ്ങ് മായ്ച്ചു കളയണം. പലപ്പോഴും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴച്ച് കാണേണ്ട ഒരു സംഭവമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്, ആദർശങ്ങൾ എന്ന് പറയുന്നത്. അതങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും, അതിന്റെ ആവശ്യമില്ല, നമ്മൾ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്താൽ പോരെ, അവരുടെ ദുആ നമുക്ക് കിട്ടൂലേ, എന്തിനാ അതിന്റെ ഇടയ്ക്ക് ഒരു ഇലാഹ ഹളറത്തി എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഇവിടെ ഇലാഹ ഹളറത്തി ഉണ്ടാകും. ഇവിടെ ഇലാഹ ഹളറത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടിച്ചത്. ഇവിടെ ഇലാഹ ഹളറത്തി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോയി നിൽക്കുന്നതാണ് ഉചിതം. കാരണം ഇത് ഇലാഹ ഹളറത്തി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. നമ്മൾ എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്, ചെറിയ വിഷയമല്ല. ചെറിയൊരു വിഷയമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. നമ്മൾ ഇതിനെ ലാഘവത്തോടെ സമീപിക്കുന്ന ഒരു സ്വഭാവം നേതാക്കന്മാരിൽ തന്നെ ഉണ്ടായാൽ പിന്നെ അണികളുടെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കും. 926 പ്രാരംഭത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. 25 അവസാനത്തിലാണ്
ഇങ്ങനെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതിനു മുമ്പ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാർ 921 മുതലുള്ള കേരളത്തിലെ ഇസ്ലാമിക ചലനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിന്റെ നിർവഹണത്തിന് സമയമായിരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വരുന്നത്. എന്താ ഇതിന്റെ കാരണം? സമസ്തക്കൊരു ലക്ഷ്യമുണ്ട്. സമസ്ത രൂപീകരിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നുയർന്ന് പടർന്ന് പന്തലിച്ച് കേരളത്തിനപ്പുറത്തേക്ക് പോയി, ഇന്ത്യയുടെ അപ്പുറത്തേക്ക് പോയി, ഇന്ന് ഭൂഖണ്ഡങ്ങളുടെ സീമകൾക്ക് അതീതമായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ മഹത്തായ പ്രസ്ഥാനം. അള്ളാഹു ഇനി ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം ലോകത്തെല്ലായിടത്തുണ്ട്. ഈ പ്രസ്ഥാനത്തെ രൂപീകരിക്കാനുള്ള, എന്തിനാണ് ഈ പ്രസ്ഥാനം പെറ്റുവീണത്? അതിന്റെ ലക്ഷ്യം എന്താണ്? 4 മുസ്ലിങ്ങളുള്ളടുത്ത് ഒരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കേരളത്തിൽ എങ്ങനെ ഇസ്ലാം എത്തി എന്ന് നമ്മൾ പഠിക്കുക. കേരളത്തിലെ ഇസ്ലാം എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം എത്തി എന്ന് പഠിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ ദീപശിഖയുമായി പലരും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വഹാബത്തിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് കേരളത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാം എത്തി. ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. പ്രബുദ്ധരായ ഒരു സമൂഹമാണ് എന്റെ സംസാരം ശ്രവിക്കുന്നത് എന്ന് എനിക്കറിയാം. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന താജുദ്ദീൻ റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവനെ കുറിച്ച് നമുക്കറിയാം. സലാലയിൽ ആ മഹാനുഭാവന്റെ കബറിടം സന്ദർശിച്ചവരാണ് നമ്മിൽ പലരും. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്നയാൾ കേരളത്തിന്റെ രാജാവായിരുന്നു. കേരളത്തിന്റെ ഒരു നാട്ടുരാജാവായിരുന്നു. കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വിശുദ്ധമായ ആ കലിമത്ത് തൗഹീദ്, ഈ സത്യസാക്ഷ്യ വചനം ചൊല്ലി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ വഫാത്തായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മക്ബറ സലാലയിൽ ഉണ്ടാക്കപ്പെടുന്നത്. അറബ് ചരിത്രകാരന്മാർ എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇന്ത്യയും അറബ് സമൂഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കച്ചവടക്കാരായ അറബികൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വരാറുണ്ട്. അവരുടെ ഉദ്ദേശത്തെ കുറിച്ച് അറബ് ചരിത്രകാരന്മാർ എഴുതി വച്ചിരുന്നത് ലാഹിറു അംരിഹി അത്തിജാറ വ ബാത്തിനുഹു അദ്ദഅവ എന്നാണ്. പ്രത്യക്ഷത്തിൽ അവർ കച്ചവടക്കാരായിട്ടാണ് അവർ വന്നത്. പക്ഷേ അവർ ഉദ്ദേശിച്ചത്, അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം കച്ചവടമായിരുന്നില്ല. കച്ചവടക്കാരന്റെ കുപ്പായമിട്ട് വന്നത് വബാത്തിനുഹു അദ്ദഅവ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവിടെ എത്തിക്കുക, ഇതിന്റെ വെളിച്ചം എത്തിക്കുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സഹാബത്തിലൂടെ ഇസ്ലാം നമുക്ക് ലഭിച്ചു. പിന്നീട് താബിഈങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ വലിയ പ്രചാരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു. മക്കയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകർ 10ഓളം പള്ളികൾ ഉണ്ടാക്കി അവിടെ. ആ പള്ളികളുടെ സ്വഭാവമൊക്കെ നിങ്ങൾ നോക്ക്. ആ പള്ളികളിൽ എവിടെയെങ്കിലും അവരുണ്ടാക്കിയ പള്ളികളിൽ എവിടെയും സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടം എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ കാണൂല.
പള്ളികളെ ചുറ്റിപ്പറ്റി മഹല്ലുകൾ ഉണ്ടായി, അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവരിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരം കേരളീയ സമൂഹത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ സ്വഹാബത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. ആ സമൂഹത്തിൽ നിന്ന് കൈമാറി 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 വന്ന വിഷയങ്ങളാണ്. അങ്ങനെ സ്വഹാബത്തിലൂടെ കൈമാറി വന്ന വിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിച്ച് കേരളീയ സമൂഹം മനോഹരമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് 921 മലബാർ ലഹള നടക്കുന്നത്. ആ മലബാർ ലഹളയിൽ അതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ച് കഴിയുന്ന, അല്ലെങ്കിൽ അവിടുന്ന് മാറി നിന്ന് ഒളിച്ചു കഴിയുന്ന ഒരു വിഭാഗം, അവർക്ക് ഈജിപ്തിൽ നിന്ന് അടിച്ചുവിടുന്ന അൽമനാർ എന്ന് പറയുന്ന ഒരു മാഗസിൻ ലഭിക്കുകയും ആ മാഗസിൻ ആണെങ്കിലോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുതിയ ആശയങ്ങളെ ലോകത്ത് മൊത്തം വ്യാപിപ്പിക്കാൻ മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദ് റിളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദത്തിന് ലോകത്ത് ബീജാഭാവം നടത്തിയ ഈ മനുഷ്യന്മാര് അവര് പടച്ചുവിടുന്ന സാധനമാണ്. ആ മാഗസിനിലെ ആശയങ്ങൾ അവരെ സ്വാധീനിച്ചതിന്റെ പേരിലാണ് പിന്നീട് അവർ പറയുന്നത്, കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി പറയാണ്, ഇന്നലെ വരെ നമ്മൾ കൈകാര്യം ചെയ്ത ഇസ്ലാം, നമ്മൾ അനുഭവിച്ച ഇസ്ലാം, നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഇസ്ലാം, ആ ഇസ്ലാം ശരിയല്ല. വിശ്വാസത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം ഏതാ? അത് ഈജിപ്തിൽ നിന്ന് പടച്ചുവിട്ട ഇസ്ലാം അല്ല. ആ ഇസ്ലാം സ്വഹാബത്തിലൂടെ നമുക്ക് കിട്ടിയ ഇസ്ലാമാണ്. വളരെ നന്നായി ഞാൻ വളരെ ബ്രീഫായിട്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. ഇതിന്റെ സംഘടനാ പ്രവർത്തകർ അങ്ങനെ തന്നെ അത് മനസ്സിലാക്കണം. സ്വഹാബത്തിലൂടെ കൈമാറി വന്ന ഇസ്ലാം, ആ ഇസ്ലാമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു വന്നത്. ഇന്നലെ വരെ ചെയ്തതിൽ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിലൊക്കെ ഇന്നലെ വരെ തുടർന്ന് വന്ന വിഷയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവണം, വിശ്വാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, ആചാരങ്ങളിൽ മാറ്റം ഉണ്ടാവണം, അനുഷ്ഠാനങ്ങളിൽ മാറ്റം ഉണ്ടാവണം. കാരണം ഇന്നലെ വരെ ചെയ്തൊന്നും ഇസ്ലാമല്ല, അതൊക്കെ ഇസ്ലാമിന്റെ പുറത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്, ഷിർക്കിലേക്ക് നയിക്കുന്നതാണ്, കുഫറിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് വാദം. 921 മുതൽ സമൂഹത്തിൽ ഇവരുടെ ഈ ആശയങ്ങളെ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്താൻ തുടങ്ങി. ഇവിടെ ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. 921 എന്ന് പറയുന്നത് ഇസ്തിഖ്റാറിന് വേണ്ടിയിട്ട്, സുസ്ഥിരതക്ക് വേണ്ടിയിട്ട് സമൂഹം വല്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ആ കാലം വൈദേശിക ആധിപത്യത്തിന്റെ കരങ്ങളിൽ നിന്ന് മോചിതരായി സുസ്ഥിരമായ ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ നേതാക്കന്മാരൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി സംഘടിക്കുകയും ഇതിന്റെ ഇടയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, അള്ളാഹു തന്ന ബുദ്ധി ഉപയോഗിച്ച്. 921 എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ പോസ്റ്റൽ സംവിധാനങ്ങളൊന്നും പിന്നീട് വികാസം പ്രാപിച്ച ഒരു സമയമല്ല. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇത്രമാത്രം വിപുലപ്പെട്ട ഒരു കാലമല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒളിവിൽ പോയ ആൾക്കാരുടെ കയ്യിലേക്ക് തന്നെ എങ്ങനെയാണ് ഈ സാധനം എത്തുന്നത്? ആരാ ഇത് കൊണ്ടു കൊടുക്കുന്നത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് വളരെ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് വിദേശങ്ങളിൽ നിന്നൊക്കെ ഒരു സാധനം വരുത്തിക്കാന്നൊക്കെ പറയുന്നത്, അതിന് മാർഗങ്ങൾ ഉണ്ടാവാം. ഇത് അസ്ഥിരപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ സമരത്തിൽ മുന്നിലുണ്ടായതിന്റെ പേരിൽ ഒളിച്ചു കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സാധനം കിട്ടുന്നത്.
അങ്ങനെ അസ്ഥിരപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ സാധിക്കുന്നു? നമ്മളൊക്കെ എത്ര വർഷമായി സുസ്ഥിരമായ ഒരു സമൂഹത്തിന്റെ മുന്നില് ദേവാ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എങ്ങനെ സാധിക്കുക? നമ്മൾ എന്താ പറയാ, അതൊക്കെ അവിടെ മടക്കി വെക്ക്, ഇവിടെ ജീവിക്കാൻ തന്നെ പറ്റുന്നില്ല, എന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യാന്നല്ലേ പറയാ. അപ്പൊ അവർക്ക് ആര് കാരണമാണോ കേരളീയ സമൂഹം അന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം അസ്ഥിരപ്പെട്ടത്, ആ സമൂഹത്തിന്റെ സഹായമില്ലാതെ ഒരിക്കലും നിർവഹിക്കാൻ സാധ്യമല്ല. കാരണം അത് അവരുടെ ആവശ്യമായിരുന്നു. അത് ലോകത്തെ സിയോണിസ്റ്റ് ശക്തികളുടെ ആവശ്യമായിരുന്നു. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാ? കേരളീയ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സമരത്തിൽ കേരളത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ നീക്കങ്ങളായിരുന്നു, സംഭാവനകളായിരുന്നു. കേരളീയ മുസ്ലിം സമൂഹത്തില് അതിന് മാത്രമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, അതിന് മാത്രമുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ നടക്കുന്നത്. അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയം മാറും. കേരളത്തിലെ സമൂഹം എത്രമാത്രം ഉയർന്നു ചിന്തിച്ചു? ലോകത്ത് തന്നെ ഇത്തരം സിയോണിസ്റ്റ് ശക്തികൾക്കെതിരെ സമരം പ്രഖ്യാപിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം, ആ ഖിലാഫത്തിന്റെ ആസ്ഥാനം തുർക്കിയാണ്, കേരളമല്ല. അന്ന് തുർക്കിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എളുപ്പം സാധ്യമാകുന്നതാണോ? പക്ഷെ കേരളത്തിലെ സമൂഹം അത്രയും ഉയർന്നു ചിന്തിച്ചു. തുർക്കി ആസ്ഥാനമായിട്ടുള്ള ഖിലാഫത്താണ് കേരളത്തിൽ രൂപീകരിക്കുന്നത്. അതിന് വലിയ പ്രാധാന്യം ലഭിച്ചു. അതിന് പ്രാധാന്യം ലഭിച്ചു എന്നതിന്റെ തെളിവാണ് ഗാന്ധിജിയെ പോലെയുള്ള, മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ആൾക്കാര് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രോത്ഘാടനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ എത്തി എന്നുള്ളത്. കേരളത്തിലെ മുസ്ലിം സമൂഹം വൈദേശിക ആധിപത്യത്തിനെതിരെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പാകപ്പെടുത്തി ആ സമൂഹത്തിലെ പണ്ഡിതന്മാർ. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പാകപ്പെടുത്തലല്ല. ലോകം മൊത്തം കേരളം ആസ്ഥാനമാക്കിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ അറബ് ഭാഷയിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടായി. ഇപ്പൊ കേരളം എന്ന് പറയുന്നത് അവർ അങ്ങനെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ മുസ്ലിമീങ്ങളാണ് എന്ന് മനസ്സിലാക്കി മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വലിയൊരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി എന്തും അവർ ചെയ്യുമായിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ സാധനങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിലേക്ക് എത്തിച്ചത്. ആലോചിച്ചു, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചരിത്രം വായിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ഞാൻ ഈ പറഞ്ഞതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യേ. കാരണം അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ദിഷണയെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്ന്, ആ വിഷയമൊക്കെ നോട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞൊരു പാത്തുണ്ടല്ലോ, അതുവഴി നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ പണ്ഡിതന്മാർ അത് മനസ്സിലാക്കി. ഈ സിയോണിസ്റ്റ് ശക്തികളുടെ പടിയാളുകളായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികലമാക്കാൻ, മനുഷ്യരുടെ ഈമാനിനെ വികലമാക്കാൻ കുറെ ആൾക്കാർ പണിപ്പെടുകയാണ്. 921 ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇതിനെ നോക്കി നിന്നു. 22 അവർ ഇതിനെ വീക്ഷിച്ചു. 23 24 ഇതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്. കാരണം കുറച്ച് ആൾക്കാര് സംഘടിച്ചിട്ട് പല പേരുകളിലായി സമൂഹത്തിൽ വന്നിട്ട് അവരിങ്ങനെ ഇസ്ലാമിന്റെ ബാനറിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാര് അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. പ്രതിരോധിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അവധാനതയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചത് കൊണ്ടാണ് 921 വിഷം ചീറ്റാൻ തുടങ്ങിയ പ്രസ്ഥാനത്തിനെതിരെ 926
പ്രതിരോധം തീർക്കുന്നത് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ മാത്രം പറയല്ല കേട്ടോ, ഇത് ഞാൻ മാത്രം പറയല്ല. ഇപ്പോ സൗദി രാജകുമാരൻ തന്നെ പറഞ്ഞല്ലോ, പടിഞ്ഞാറിന്റെ റിക്വസ്റ്റ് ഭാഗമായിട്ടാണ് ലോകത്ത് വഹാബിസം സ്പ്രെഡ് ചെയ്യപ്പെട്ടത് എന്നത് അടുത്ത കാലത്ത് സൗദി രാജകുമാരൻ തന്നെ പറഞ്ഞത് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ വളരെ അവധാനതയോടുകൂടി വിഷയത്തെ സമീപിച്ചിട്ട് പ്രതിരോധം തീർത്തേ പറ്റൂ. ഇദാ ലഹറൽ ബിദ്അ വസകതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ബിദ്അത്ത് പ്രകടമാവുകയും പണ്ഡിതന്മാർ അതിനെതിരെ മൗനം അവലംബിക്കുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഈ വചനം ഉമ്മത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ, അന്നുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഇതാ ഇവിടെ മനുഷ്യരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, മരിച്ചു പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാകും, മനുഷ്യന്റെ അഖീദ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പ്രതിരോധം തീർക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പണ്ഡിതന്മാരെ ആ ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച 1925 സായം സന്ധ്യയിൽ നടക്കുകയും 1926 പ്രഭാതത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരികമായി പണ്ഡിത സഭ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. മുഖ്യമായ ഒരു ലക്ഷ്യം ഈ ബിദ്അത്തിൽ നിന്ന് സമൂഹത്തിന്റെ ഈമാനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, അന്ന് മാർക്കറ്റിൽ യഥേഷ്ടം വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഈ കള്ളത്തരീക്കത്തുകാരുണ്ടായിരുന്നു, അവരെയും തീർത്തും അവിടെ ഒന്നും നോക്കില്ല. അത് തരീഖത്താണ്, അത് സൂഫിസാണ്, അത് നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ തീരുമാനിച്ചില്ല. അവർ ബിദ്അത്തിനെ എതിർത്തതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകൾക്കെതിരെയും ശക്തമായ നീക്കങ്ങൾ, പ്രതിരോധം അവർ തീർത്തു. എന്തേ? അവരുടെ ലക്ഷ്യം ഒന്നാണ്. എന്ത്? സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. ബിദ്അത്തിന്റെ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു, കള്ളത്തരീക്കത്തുകളുടെ വല്ലാതെ വളർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും, അള്ളാഹുവിന്റെ ശാപം സ്വീകരിക്കേണ്ടി വരും, ആ ലഅനത്തിൽ നിന്ന് രക്ഷപ്പെടണം. റബ്ബ് ഈ സമയത്ത് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ നിർവഹിക്കണം. ആ ഒരൊറ്റ ചിന്തയോടുകൂടി, ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ഇന്നത് പടർന്ന് പന്തലിച്ച് വലിയ സംഭവമായപ്പോ നമ്മൾ അതിന്റെ ആൾക്കാരാവുമ്പോ നമുക്ക് ചിലപ്പോ തോന്നിപ്പോവാണ്, നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവാം. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇത് ഈ ബിദ്അത്തിനെ കെടുത്തി കളയാൻ, ഈ ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കി തീർത്തത് തന്നെയാണ്. അതങ്ങനെ കാലാകാലം നടന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അതിന് സാധിക്കൂല. എനിക്ക് ഒരു ദേശീയ മുസ്ലിം ആയിട്ട് ഇങ്ങനെ പോവാനേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പുറത്താണ്, ഇതിനകത്തല്ല. അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം പ്രവർത്തകർ നിൽക്കാൻ. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ നമ്മള് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ.
നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഇക്കാലമത്രയും എന്തിന് ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള കേരളത്തിലാണ് ഈ സാധനം രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് ഏഷ്യക്ക് പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളില് ഈ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇഖ്ലാസാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതാണ്, വിദ്യാത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. പല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും, കാലോചിതമായ പല പ്രവർത്തനങ്ങൾ നടത്തുമായിരിക്കും. പക്ഷെ ആ പ്രവർത്തനങ്ങളെല്ലാം ഈ ആദർശാധിഷ്ഠിത പ്രവർത്തനങ്ങളായിട്ട് മാറണം. അങ്ങനെ തന്നെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അവിടെ അങ്ങനെ ആദർശത്തിൻ്റെതായ ചില കാര്യങ്ങൾ മുളച്ചു നിൽക്കുമ്പോൾ അത് തൽക്കാലം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം നമ്മൾ ഇതിന്റെ പ്രതിരോധത്തിന്റെ മുൻനിരയിൽ തന്നെയാണ്. അന്നുണ്ടായ അവസ്ഥ ഇന്നും ലോകത്തുണ്ട്. ലോകത്തിൽ നിന്ന് ഇത് തുടച്ചു മാറ്റുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. ഇത് കാലം നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ട വിഷയമാണ്. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും നിർവഹിച്ചാൽ, മനുഷ്യന്മാരുടെ കോപത്തെ ഭയന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്നേഹത്തെ പ്രതീക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടേണ്ടി വരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. വലിയ ഉത്തരവാദിത്താണ്. ഞാൻ സാധാരണ UAE ഞാൻ പോകാത്ത ഇടം ഉണ്ടാവില്ല. നമ്മുടെ പ്രവർത്തകരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കേണ്ട ആൾക്കാരാണ്. ഒരു വലിയ വിപ്ലവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്കൊരു വിഷനും ഒരു മിഷനും ഉണ്ടാവണം. ചില ആൾക്കാർ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്. എനിക്കിപ്പോ ഇതിൽ 75 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനടക്കം. ഇതില് നിങ്ങൾ ഓരോരുത്തരോടും ഈ ഒരു സംവിധാനം ആയതുകൊണ്ട് ഓരോരുത്തരോടും നിങ്ങളോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, എത്ര വർഷമായിട്ട് നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നു? കുവൈത്ത് സുന്നി കൗൺസിലിനെ കുറിച്ച് ഞാൻ വളരെ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ നാട്ടില് കാസർഗോഡ് ജില്ലാ SKSFന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ കുവൈത്ത് സുന്നി കൗൺസിലിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റാൻ ചില ആൾക്കാരൊക്കെ മാറ്റാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വിവാഹ ധനസഹായം, അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇതൊക്കെ അങ്ങനെ അതിലൂടെ ഒക്കെയാണ് കുവൈത്ത് സുന്നി കൗൺസിലിനെ ഞാൻ യഥാർത്ഥത്തിൽ കേൾക്കുന്നത്. ഒരു പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരില് എന്നെക്കാളും കൂടുതൽ സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാരും ഒക്കെ ഉണ്ടാകും. വലിയ പ്രഗത്ഭരായ ആൾക്കാരുണ്ടാകും. ഞാന് ഈ സംഘടനയുടെ ഭാഗമായിട്ട് വന്ന സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് എന്റെ സംസാരം. എനിക്കിവിടെ എന്റെ നാട്ടുകാരായ ആൾക്കാരൊക്കെ, ബഹുമാനപ്പെട്ട അഷ്റഫിനൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടുകാരൊക്കെ കുവൈത്തില് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അള്ളാഹു അവരൊക്കെ ഈ മഹത്തായ പ്രസ്ഥാനത്തിലായിട്ട് തന്നെ ജീവിച്ചു മരിക്കുന്ന ആൾക്കാരിൽ അള്ളാഹു അവരെയും പെടുത്തട്ടെ. അപ്പൊ നമ്മളോട് തന്നെ സംസാരിച്ചു നോക്ക്, സംവദിച്ചു നോക്ക്. സ്വന്തത്തോട് എത്ര നാളായി നമ്മൾ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ? നമുക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആദർശത്തിന്റെ ആൾക്കാരായിട്ട് അതിന്റെ പ്രബോധകരും പ്രയോക്താക്കളും പ്രചാരകരും ആയിട്ട് പ്രവർത്തിക്കേണ്ട ആളാണെന്ന ബോധം, ആ ബോധം നമ്മില് എത്രമാത്രം രൂഢമൂലമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കാം. ചില ആൾക്കാർ നിങ്ങൾ ഉദാഹരണത്തിന് ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയിട്ട്, എന്താ നിങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ? അപ്പം പറയും, അവിടെ ദുആ ഉണ്ടാവും, മരിച്ചാൽ മയ്യിത്തുൽ നിസ്കരിക്കും, നമുക്ക് അതിന് പോയാല് മയ്യിത്ത് നിസ്കരിക്കും, നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മളൊക്കെ വളരെ വിഷമത്തിൽ കഴിയുന്നതാണ്, അവിടെ ദിക്റും സലാത്തും മൗലിദൊക്കെ ഉണ്ടാവും, അപ്പൊ ആ ദുആക്കെ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാര് പറയാ. ആ ഒരു തലത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരെ, നമ്മൾ നേതാക്കന്മാരാണല്ലോ, നമ്മുടെ പ്രവർത്തകരെ
ഈ ഒരു ബോധത്തിന്റെ നൈരന്തര്യം അവരിൽ ഉണ്ടാകത്തക്ക രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർത്തും നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധകരാണ്. ആ ആശയത്തിന്റെ സംസ്ഥാപനാണ് നമ്മുടെ ലക്ഷ്യം. ഹിദായത്തിനെതിരെയുള്ള പ്രതിരോധമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു വലിയ സമരം ചെയ്ത് വിജയിച്ച് വിജയശ്രീലാളിതരായി നിൽക്കുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ. ആ ബോധത്തോടെ അഭിമാനത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ ബോധം ഒരിക്കലും വിട്ടുപോകരുത് നമ്മുടെ മനസ്സിൽ നിന്ന്. അതിന് നമുക്ക് കഴിയൂല. നമുക്ക് മറ്റേ ദേശീയ മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ മെല്ലെ മഅസ്സലാമ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ട ആൾക്കാരെ വേറെ എത്തിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല എങ്കിൽ ഇത് ഞാൻ എന്റെ നഫ്സിനോടാണ് ആദ്യത്തെ ഈ വർത്താനം കേട്ടോ. അങ്ങനെ ഉള്ളവര് മാത്രമേ ഇവിടെ നിൽക്കേണ്ടതുള്ളൂ. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രസ്താവനല്ല. ഇത് കുറച്ച് ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്താവുന്ന നേരത്തെ ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഓതിയ ആയത്ത് കേട്ടില്ലേ? ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്ന മറിയം ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوا لبئس ما كانوا يفعلون. സുബ്ഹാന അല്ലാഹ്. ബനൂ ഇസ്രായേലിലെ ഒരു വിഭാഗത്തെ 2 പ്രവാചകന്മാർ മുഖേന അള്ളാഹു ശപിച്ചു. 2 പ്രവാചകന്മാർ മുഖേന. എന്നിട്ട് എന്താണ് അതിന് കാരണം പറഞ്ഞത്? അതിന് കാരണം പറഞ്ഞത് കാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂഹു. അവരിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മയെ, അവിടെ മനുഷ്യന്റെ വിശ്വാസത്തെ, ഈമാനിനെ വികലമാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ഞാനറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് കിടന്നുറങ്ങി. ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം അവിടെ ഇപ്പൊ 2 ആൾക്കാര് മനുഷ്യന്റെ ഈമാൻ നശിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് പോയോണ്ട് ഈമാനൊക്കെ നശിക്കും. പക്ഷെ ഞാൻ എന്റെ ഈമാനുമായിട്ട് ഇവിടെ നിന്നോളാം. ഞാൻ ഇനി അവിടെ പോയി സംസാരിച്ചാൽ എന്റെ മഹലിൽ ഫുർഖത്തുണ്ടാകും. ഞാൻ അവിടെ പോയി സംസാരിച്ചാൽ 4 ആള് എനിക്ക് എതിരാവും. ഞാൻ അവിടെ പോയി സംസാരിച്ചാല് അത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഞാനതാ ഒരു ഭാഗത്ത് മാറി നിന്നോളാം. ഇങ്ങനെ പറഞ്ഞ് മാറി നിന്ന കൗമിനെ 2 പ്രവാചകന്മാർ മുഖേന അള്ളാഹു ശപിച്ചു എന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞതാ. നമ്മൾ ആരും പറഞ്ഞതല്ല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഇനി ആലോചിക്ക്, ആ ശാപം ഏറ്റുവാങ്ങണോ അല്ല കാലമേൽപ്പിച്ച ദൗത്യം നിർവഹിക്കണോ, കിടന്നുറങ്ങണോ, വിശ്രമിക്കാനുള്ള സമയമാണോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. കൂട്ടർ ആകാശത്തിന് താഴെ ഇത്രയും നല്ലൊരു പണി വേറെ ഇല്ല കേട്ടോ. ആകാശത്തിന് താഴെ ഇത്രയും നല്ല പണി വേറെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും ഹജ്ജ് ചെയ്തിട്ടല്ല അങ്ങ് കയറി പോകും നമ്മൾ ആരെങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ? അള്ളാഹു എത്തിക്കട്ടെ. നമ്മൾ ഈ ദുനിയാവില് അള്ളാഹുവിന്റെ ദീനിന്റെ പണിക്കാരാകാണ്. മനസ്സറിഞ്ഞ് അങ്ങനെ ഒന്ന് ദ്വാരം നോക്ക് നിങ്ങള്. അള്ളാഹുവിന്റെ ദീനിന്റെ പണിക്കാരാകാണ്. നമുക്കങ്ങനെ ടൈമൊന്നുമില്ല. നമ്മള് ഫുൾ ടൈം ദായികളാണ്, ഫുൾ ടൈം ഈ സത്യദീനിന്റെ പ്രബോധകരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകരാണ്. നമ്മുടെ ജീവിതത്തെ അങ്ങനെ മാറ്റിയെടുക്കുക, നമ്മുടെ ചിന്തയെ അങ്ങനെ മാറ്റിയെടുക്കുക, നമ്മുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും അതൊന്ന് നമ്മൾ കലർത്തുക. ശരിക്കും നമ്മൾ ഫുൾ ടൈം ഇതിന്റെ പ്രവർത്തകരാ, ഊണിലും ഉറക്കിലും. നമുക്ക് ഇതിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം, നമ്മുടെ പണിയൊക്കെ ജോലി നടക്കുന്നുണ്ടാവും, മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, അവിടെയൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായി. എന്താ പടച്ചോനെ, ഞാൻ ഇപ്പൊ ജയിലിലാണ് ഉള്ളത്, എനിക്ക് ഇനി ഇപ്പൊ ദഅവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനൊന്നും സാധിക്കൂല അല്ലെ, ഞാൻ അഴിക്കകത്താണുള്ളത് എന്ന് പറഞ്ഞ് കൈകെട്ടി കിടന്നുറങ്ങുകയാണോ ചെയ്തത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? അല്ലല്ലോ.
പിന്നെ നമ്മൾ എങ്ങനെയാണ്, പടച്ചോനെ COVID-19 ആണ്, പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവാ പ്രവർത്തനങ്ങൾ തൽക്കാലം ലീവ് എടുക്കാണ് എന്ന് പറഞ്ഞ് കടന്നുറങ്ങാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ 2 കാലഘട്ടം ഉണ്ടായില്ലേ? ആദ്യത്തെ 13 വർഷവും പിറ്റത്തെ 10 വർഷവും, മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും. ചരിത്രകാരന്മാർ ആ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മക്ക കാലഘട്ടം എന്ന് പറയുന്നത് രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടവും മദീന കാലഘട്ടം എന്ന് പറയുന്നത് പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടവുമായിട്ട് മാറി. എന്തുകൊണ്ട് രഹസ്യ പ്രബോധനം നിർവഹിച്ചു? തടസ്സങ്ങൾ ഉണ്ടായി, പരസ്യമായി ഇത് നിർവഹിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായി. പക്ഷെ ആ തടസ്സങ്ങളെ വകവെക്കാതെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രബോധകൻ എന്ത് തടസ്സം? പ്രബോധകൻ ഒരു തടസ്സവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഏത് സാഹചര്യത്തിലും ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ ആകാശത്തിന് താഴെയാണ്, ഈ ലോകത്തെ സംവിധാനിച്ചത് അള്ളാഹുവാണ്, തവക്കുലാക്കിയിട്ട് നമുക്ക് പോവാൻ വേണ്ടി പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തടസ്സങ്ങളായി നിൽക്കട്ടെ. പക്ഷെ ആ തടസ്സങ്ങൾക്കിടയിലും നമ്മൾ എന്താക്കുകയാണ്? പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ 13 വർഷത്തെ രഹസ്യ പ്രബോധന കാലഘട്ടത്തെ കുറിച്ച് വായിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് വായിക്കും, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. അവിടെ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ നടത്തി, എത്ര ആൾക്കാര് അല്ലെ, ഒരുപാട് ആൾക്കാർ പോയില്ലേ, ഹിജ്റ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനല്ലേ പോയത്? ഈ ഹിജ്റ പോവാൻ മാത്രം ആൾക്കാരെ ഉണ്ടാക്കിയില്ല. അത് മാത്രാണോ? മദീനയിലേക്ക് ഹിജ്റ പോയാൽ മദീനയിൽ സ്വീകരിക്കാൻ ആളുണ്ടായില്ലേ? അവര് ദഫൂട്ട് ഇങ്ങനെ ത്വലഅൽ ബദ്റു അലൈനാ എന്നും പറഞ്ഞ് സ്വീകരിച്ചില്ലേ? ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിദൂരതയിലേക്ക് കണ്ണും നട്ടുച്ച നേരത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയുടെ തെരുവീതികളിൽ കാത്തുനിന്നവരെ. അള്ളാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആക്കിബത്ത് നന്നാക്കട്ടെ. മഹാന്മാരായ അൻസാറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ എത്ര കൊല്ലം പ്രവർത്തിച്ചിട്ടാണ് പരിശുദ്ധ ദീനിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക? ആ സഹാബത്ത് ചെയ്തതിന്റെ കോടിയിൽ ഒരു അംശമെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിർവഹിച്ചിട്ട് ആ സമാധാനത്തിൽ മരിക്കാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുഭവിച്ച പീഡനങ്ങളും താടനങ്ങളും ദണ്ഡനങ്ങളും ഒക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. ഷെയ്ഖ് അബീ താലിബിൽ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. 1 2 ദിവസമല്ല, വർഷങ്ങളോളം 2-3 വർഷം ഷെയ്ഖ് അബീ താലിബിൽ ഖുറൈശികളുടെ ഉപരോധത്തിൽ അകപ്പെട്ട് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരു കാലം. പക്ഷെ ആ തടസ്സങ്ങൾക്കിടയിലും പരിശുദ്ധ ദീനിന്റെ ദഅവ എന്ന് പറയുന്ന മഹത്തായ ഉത്തരവാദിത്തത്തെ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിന് സാധിച്ചു. നമ്മൾ സാധാരണയായി പറയാറുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലും മറ്റൊക്കെ, മാനസികമായി ബി പോസിറ്റീവ്, നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്നാണ്. ഒരു ഷെയ്ഖ് അബീ താലിബിൽ കഴിയുന്ന സമയത്തൊന്നും സഹാബത്തിനോട് ബി പോസിറ്റീവ് എന്നൊരാൾക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നോ? നിങ്ങള് സൂറത്ത് റൂമിന്റെ തഫ്സീർ ഒന്ന് മറിച്ചു നോക്ക്.
ഒരു ഭാഗത്ത് ഈ ഉപരോധത്തിൽ അകപ്പെട്ട് ശാരീരികമായി പീഡ അനുഭവിക്കുന്ന സമൂഹം, അതേ സമയത്ത് ലോകത്ത് റോമിനെ പേർഷ്യ അടിച്ചു തകർത്തിട്ട് ഈ ഖുറൈശികൾ വന്നിട്ട് പറയാണ്, അതാ നിങ്ങളെപ്പോലെ പടച്ചോനുണ്ട് എന്ന് പറയുന്ന റോമുകാരെ പേർഷ്യ അടിച്ചു തകർത്ത് തരിപ്പണാക്കിയിരിക്കുകയാണ്, ഇതേപോലെ നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങള് അടിച്ചോടിക്കും എന്നൊക്കെ പറഞ്ഞ് മാനസികമായും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം. ഈ വെല്ലുവിളികളെ മൊത്തം അതിജയിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ മദീനയിൽ പോലും സൃഷ്ടിച്ചെടുക്കാൻ ഈ സമൂഹത്തിന് 13 വർഷം കൊണ്ട് സാധിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെ, അവരെവിടെ? പിന്നെന്ത് COVID-19 തടസ്സാണ് നമ്മൾ പറയാ? ജീവിതത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊത്തിവെച്ചോളി. ജീവിതത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടുള്ള ടൂളാക്കി മാറ്റാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ദഅവത്തിനുള്ള ടൂളാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എങ്കിൽ വലിയ വിപത്തുകൾ ഉണ്ടാകും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു വിഷനും ഒരു മിഷനും ഉണ്ടാവണം. അതെന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. അള്ളാഹു ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ എന്നാണ്. നിങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും ഉന്നതരായ, ഏറ്റവും ഉത്തമരായ സമൂഹമാണ്. അപ്പൊ ഈ ഖൈറു ഉമ്മ എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേഷനാണ്. ഖൈറു ഉമ്മ എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേഷനാണ്. ഈ ഡെസിഗ്നേഷൻ ആര് തന്നു? അള്ളാഹു തന്നു. ഈ ഡെസിഗ്നേഷൻ നമുക്ക് തന്നാൽ ഇത് നിലനിൽക്കുമ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് പാത്രമായിട്ട് നമ്മൾ മാറും. നിരവധിയായ, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ. ഉദാഹരണത്തിന് അമ്ന്, നിർഭയത്വം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങി, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, ആരെയും പേടിച്ചില്ല. നിങ്ങള് എത്ര സുന്ദരായിട്ടാ കിടന്നുറങ്ങിയത്. നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ എത്ര സുന്ദരായിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ? ഉറക്കിന്റെ ഇടയിൽ ആരെങ്കിലും പിടിവെക്കും തോന്നിയാ? ഒന്നും ഉണ്ടായില്ല. സുന്ദരമായി കിടന്നുറങ്ങി. എന്തേ? നിർഭയത്വം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി നമ്മൾ കഴിഞ്ഞു വിട്ടത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാ കഴിഞ്ഞു പോകുന്നത്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും ഓടി വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എന്തേ? നിർഭയത്വം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തെ ആസ്വദിക്കുകയാണ് നമ്മൾ. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ, നമ്മൾ ചിന്തിക്കാതെ പോകുന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഡെസിഗ്നേഷൻ നമ്മൾ നിലനിർത്തുന്ന കാലത്താണ്. ഈ ഡെസിഗ്നേഷൻ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. അത് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടാവണം. നിങ്ങളുടെ ഈമാൻ തെറ്റിപ്പോവുകയാണ്. ഈ കൂട്ടർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ ഈമാൻ വികലമായി പോകും, നിങ്ങളുടെ ആക്കിബത്ത് ചീത്തയായി പോകും എന്ന് അവരോട് പോയി പറയാൻ പറ്റണം. നമുക്ക് അതിനുള്ള ആർജവം കാണിക്കണം. നമ്മൾ ഇന്ന വഴിയിലൂടെ പോകണം. وَإِنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ. ഇതാണ് ശരിയായ വഴി, ഇതാണ് ഋജുവായ വഴി. ഈ വഴിയിലൂടെ നിങ്ങൾ പോകണം. ഇതല്ലാത്ത മറ്റു വഴി സ്വീകരിക്കരുത്. وَإِنَّ هَذَا صِرَاطِي مُسْتَقِيمًا. ഇതാണ് എന്റെ മുസ്തഖീമായ വഴി.
അല്ലെ? എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതി കേൾപ്പിച്ചു. ഫത്തബിഊഹു, നിങ്ങൾ അതുവഴി പോകണം എന്നും പറയണം. തീർന്നില്ല, വലാ തത്തബിഉസ് സുബുല, ഇക്കാണുന്ന ഈ പരിശുദ്ധ ദീനിനെ തകർക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരുടെ ഈമാനെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഈ ബിദ്അത്തുകാർക്കെതിരെ നിങ്ങൾ പ്രതിരോധിക്കണം. നിങ്ങൾ അവരുടെ പിന്നിൽ പോകരുത്, അവരെ ഒന്ന് ഉപേക്ഷിച്ചേക്കണം. വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും. അങ്ങനെ ആ വഴികളിലൊക്കെ പോയാല് നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. ഇത് പറയണം സമൂഹത്തോട്. അത് പറയാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും വർഷമായിട്ട് നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സംഘടനാ പ്രവർത്തനമാണ് ഈ ചെയ്തത്? അത് പറയാനുള്ള തന്റെ ആർജവമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് അള്ളാന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും കിട്ടും, യാതൊരു സംശയവും വേണ്ട. റബ്ബിന്റെ സഹായം ഉണ്ടാകും. നോക്കൂ നിങ്ങള്, മഹാനായ ശംസുൽ ഉലമാഇ ഖദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുമ്മ അലി ദറജതഹു, അല്ലാഹുമ്മ അലി ദറജതഹു, അല്ലാഹുമ്മ അലി ദറജതഹു, അല്ലാഹുമ്മ തഖബ്ബൽ സഅയനാ ഹാദാ ബിബറകതിഹി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തീർക്കട്ടെ. ആമീൻ. ഇതേപോലൊരു പ്രഭാതത്തിൽ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബറിന്റെ ധ്വനി മുഴങ്ങിയപ്പോ ആ ബാങ്കിന് ഇജാബത്ത് നൽകി, ജവാബ് നൽകിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മോട് വിട പറയുന്ന മഹാനായ നമ്മുടെ നേതാവ്, ഇപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്ന മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ നിങ്ങൾ അറിയാലോ, മഞ്ചേരിയിലെ, ഞാനത് പറയണ്ട, ഇബ്രാഹിം മുണ്ടക്കൻ എന്ന് പറയുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ ആ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ട് നടന്ന സംവാദത്തിൽ അവസാനം മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ചർച്ച വന്നപ്പോ എന്നാ പിന്നെ മരിച്ചവരെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞില്ലേ ഷെയ്ഖുനായോട് പലരും പിന്നീട് ചോദിച്ചത്രേ, അങ്ങനെ അവരന്ന് ഒരു ശവം കൊണ്ടുവന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവം? ഇപ്പൊ പറഞ്ഞത്രേ, അള്ളാഹു അതെനിക്ക് തോന്നിപ്പിച്ചു, അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ അത് ജീവനെടിക്കാനുള്ള ശേഷി അള്ളാഹു തരുവട എന്ന് പറഞ്ഞത്രേ. اللهم اعلِ درجته يا ذا الجلال والإكرام اللهم انفعنا بعلومه يا الله. നോക്കൂ നിങ്ങൾ, അതൊരു ഈമാനാണ്, അതൊരു ഈമാനാണ്. ഈ പറഞ്ഞ ഈമാൻ ഉണ്ടല്ലോ, ഇത് ബനൂ ഇസ്രായേലിൽ ഉണ്ടായ ഒരു മനുഷ്യന്റെ ഈമാനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. ബനൂ ഇസ്രായേലിയരും കഴിഞ്ഞിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ടായ സ്വഹാബത്തിന്റെ ഈമാനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവത്തിയിരുത്തിയ മഹാനായ ശംസുൽ ഉലമ എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട, നമ്മൾ അനുഭവിച്ച ആ വ്യക്തിത്വം, അവരുടെ ഈമാനെ കുറിച്ച് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതിനേക്കാളും വലിയൊരു നേതൃത്വത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അതൊരു വല്ലാത്തൊരു ഈമാനാണ്. ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മനസ്സിനെ പാകപ്പെടുത്താൻ. അപ്പൊ ഈ ഡെസിഗ്നേഷൻ നിലനിൽക്കണമെങ്കിൽ അംറുൻ ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം, നിർവഹിച്ചേ പറ്റൂ. ഇത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഇത് നമ്മൾ ഇവിടുന്ന് അള്ളാഹു പൊക്കിക്കളയും, അല്ലെങ്കിൽ ഈ നിഅമത്തുകളെ അള്ളാഹു നീക്കിക്കളയും. എവിടത്തേക്കാ നീക്കാന്നറിയോ? ഇത് ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു നീക്കിക്കളയും. ഇതിനെക്കുറിച്ചൊക്കെ മഹാനായ ഇമാം ഗസ്സാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അദ്ദേഹത്തിന്റെ മുകാശഫത്തുൽ ഖുലൂബില് ഈ ദഅവ പ്രവർത്തനങ്ങളെ കുറിച്ചും അംറുൽ മഅറൂഫ് നഹി അനിൽ മുൻകർ പറയുന്നിടത്ത് പറയുന്നുണ്ട്.
ഒരു സംഭവം കൂടി പറയാം അതിലെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സമൂഹത്തിലെ 18,000 ആൾക്കാരെ അള്ളാഹു നശിപ്പിച്ചു എന്നാണ്. 18,000 ആൾക്കാരെ അള്ളാഹു നശിപ്പിച്ചു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, ആ സമൂഹത്തെ കുറിച്ച് പറയാണ്. ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അമലുഹും അമലുൽ അംബിയ എന്നാണ്. അംബിയാക്കന്മാര് ചെയ്യുന്ന അമലാണ് അവർ ചെയ്യുക. അപ്പം സഹാബത്തൊക്കെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കിക്കത്ര. അമ്പിയാക്കന്മാര് അമല് ചെയ്യുന്ന പോലെ അമല് ചെയ്യുന്നുണ്ട്, പിന്നെ അവരെന്തിനാ നശിപ്പിക്കുന്നത്? ആ സമൂഹത്തിൽ 18,000 വരുന്ന ആൾക്കാർ എന്തിനാ നശിപ്പിക്കുന്നത്? അതിന് പറഞ്ഞ മറുപടി, അവർ ഈ ഡ്യൂട്ടി നിർവഹിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും അള്ളാഹുവിന് വേണ്ടി കോപിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. ഇത് ചെറിയ വിഷയമാണോ? ചെറിയ വിഷയമല്ല. ഒരു പക്ഷെ ലോകത്ത് ഇന്ന് കാണുന്ന മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന എല്ലാ നിഅമത്തുകൾക്കും കാരണം ഒരു സമൂഹം ലാഹിരീന അലൽ ഹഖ് എന്ന് പറഞ്ഞ രീതിയിൽ പരിശുദ്ധ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ അംറുൻ ബിൽ മഅറൂഫ് വനഹീൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഡ്യൂട്ടി നിർവഹിക്കാൻ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാവണം ലോകത്ത് ഇന്ന് കാണുന്ന ഈ നിഅമത്തൊക്കെ നിലനിൽക്കാൻ. ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. നമ്മൾ നിസ്സാരമായി കാണുന്നത് പോലെ അല്ല ഇത്. ലോകത്തിന്റെ നിലവിലുള്ള ഈ സന്തുലനാവസ്ഥ തകരാറാവാതെ നേരാവണ്ണം പോകണമെങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന ഈ ഡ്യൂട്ടി നിർവഹിക്കണം എന്നാണ്. ഈ കാലം നമ്മെ ഏൽപ്പിച്ച ദൗത്യാണ്. നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റൂല. ശ്രദ്ധയോടെ ഗൗരവത്തോടെ സമീപിക്കണം. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിനെ പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാണും പോലെ അല്ല നമ്മൾ കാണേണ്ടത്. നേതൃത്വത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. തടസ്സങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റണം. നോക്കൂ നിങ്ങള്, ഇപ്പോ COVID-19 എന്ന് പറയുന്ന വലിയ പ്രശ്നം ഉണ്ടായി. എന്താ COVID-19 വന്ന ഉടനെ നടന്നത്? മനുഷ്യന്മാരൊക്കെ വീട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പൂട്ടി, ആരും പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പുറത്തിറങ്ങിയവർക്ക് വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങിയ അടിയും ചവിട്ടും കുത്തും ഒക്കെ കിട്ടി. നമ്മൾ കണ്ടു. ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല. UAE ഉണ്ടായി, ആരും പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. പ്രത്യേക ഒരു കാലഘട്ട സമയത്ത് ഞാൻ ചിന്തിച്ചത്, പുറത്തിറങ്ങാൻ പറ്റുന്ന സമയത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുമ്പ് ഒരു വിമാനം ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ വിമാനം ചാർട്ട് ചെയ്യാൻ ഒരു സമ്മേളനത്തിന്റെ സമയത്ത് പരിശ്രമം നടത്തിയിട്ട് അവസാനം കഴിയില്ല ഇതിന്റെ ബാക്കിൽ പോകാനെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു വിമാന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോയ സമയം ഉണ്ടായിരുന്നു. അന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ട്, എവിടെയും തടസ്സങ്ങളില്ല. എന്നാൽ ഇന്ന് 10-17 വിമാനങ്ങൾ ഒന്നിച്ച് ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ കുത്തിയിരുന്നിട്ട് നമ്മുടെ പ്രവർത്തകർ ഉണ്ടാക്കി തീർത്തത്. എങ്ങനെ സാധിച്ചു? അതൊരു ഇച്ഛാശക്തിയാണ്. കൃത്യമായ പ്ലാനിങ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മണിക്കൂറുകളോളം സൂം എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് ചർച്ച നടത്തി, അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച നടത്തി, അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തി, ഓരോരോ ഡ്യൂട്ടി പാർട്ടായിട്ട് ഓരോരോ ഡ്യൂട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ച് അതിനെ ടെലിഫോണ്, വാട്സപ്പ്, സൂം വഴി കോർഡിനേറ്റ് ചെയ്ത്
അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾക്കാര് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംവിധാനം വഴി നാട്ടിലേക്ക് എത്തി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ വിക്കായ ടീം പ്രഖ്യാപിച്ചു, ഷാർജ പിന്നെ സംസ്ഥാന കമ്മിറ്റി കൊണ്ടുപോയി, ഇപ്പൊ അബുദാബി കൊണ്ടുപോയി, ദുബായ് കൊണ്ടുപോയി, ഫുജൈറ കൊണ്ടുപോയി. ഓരോ സംസ്ഥാന കമ്മിറ്റികളും ഓരോ വിങ്ങുകളും ഒക്കെ അവരവരുടെ പേരിൽ പുതിയ പുതിയ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോവാണ്. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് അടുത്ത പ്രവർത്തനം, അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയെ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രസ്ഥാനം വിപുലപ്പെട്ട സമയത്ത് നമുക്ക് മറ്റു പല മേഖലകളിലും ഇടപെടേണ്ടി വന്നു. പക്ഷെ ആ ഇടപെടേണ്ടിടത്തൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ടച്ച് ഉണ്ടാകും, അത് ഉണ്ടാവണം. കാരണം നമ്മൾ അതിന്റെ പ്രബോധകരും പ്രചാരകരും ഒക്കെയാണ്. ഈ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. ഇത് ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഒരു വിഷയമല്ല. നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പൊ നിങ്ങൾ ഓരോ സ്ഥലത്തും പിന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള സംഘടനാ സ്ട്രക്ചർ ഉണ്ടാക്കാറുണ്ട്. ഇതിലൊക്കെ സംഘടനാ രംഗങ്ങളിൽ വലിയ കഴിവ് തെളിയിച്ച നിരവധിയായ ആൾക്കാര് ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം കുവൈത്ത് സുന്നി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഒരു യൂണിറ്റ് കമ്മിറ്റിയും അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും പിന്നെ സെൻട്രൽ കമ്മിറ്റിയാണ്. ഇപ്പൊ പുതിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ മുകളിലോട്ട് പോകുന്നത് താഴെ നിന്ന് തന്നെയാണ്. യൂണിറ്റ് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ വളരെ ഭംഗിയായി നിർവഹിച്ച് നല്ലൊരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകനായി കഴിയുമ്പോ ഈ പ്രവർത്തകന്റെ പ്രവർത്തന മേഖല യൂണിറ്റിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ഇദ്ദേഹത്തിന്റെ ഈ കഴിവുകളെ ഈ താല്പര്യങ്ങളെ ഒക്കെ മേഖലാ തലത്തിലേക്ക് വിപുലപ്പെടുത്താനുള്ള അവസരം പ്രസ്ഥാനം തരും. അതും ഭംഗിയായി നിർവഹിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു ഏരിയ തലത്തിൽ നിങ്ങളുടെ ശബ്ദം എത്തുന്നതിനേക്കാളും കുറച്ചും കൂടി വിപുലപ്പെടുത്താൻ, കുറച്ചുകൂടി ആൾക്കാരിലേക്ക്, കുറച്ചുകൂടി വിപുലമായ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ശബ്ദത്തെ എത്തിക്കാൻ, നിങ്ങളുടെ പ്രവർത്തനത്തെ എത്തിക്കാനുള്ള അവസരം നിങ്ങൾക്ക് പ്രസ്ഥാനം തരും. അങ്ങനെ തന്നെ പോവുകയാണ്. ഈ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു വിഷയം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. എന്താണ്? ലാ ഇസ്ലാമ ഇല്ലാ ബി ജമാഅ വലാ ജമാഅത ഇല്ലാ ബി ഇമാറ വലാ ഇമാറത ഇല്ലാ ബി ത്വാഅ. ഇസ്ലാം എന്ന് പറയുന്നത് അതിങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട കാര്യമില്ല. അത് ജമാഅത്തോടു കൂടിയാണ് ഇസ്ലാം ഉണ്ടാകുക. അല്ലെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അപ്പൊ ഈ ജമാഅത്ത് ഉണ്ടാവണം, സംഘം ചേരണം. വലാ ജമാഅത ഇല്ലാ ബി ഇമാറ, സംഘം ചേർന്നാൽ അവിടെ ഒരു നേതൃത്വം വേണം. വലാ ജമാഅത ഇല്ലാ ബി ത്വാഅ, ആ നേതൃത്വം മുന്നോട്ട് പോകണം. എന്ത് വേണം? അവിടെ ആ നേതൃത്വത്തെ അനുസരിക്കുന്ന അണികൾ ഉണ്ടാകും. ചില ആൾക്കാര് ഈ വിഷയങ്ങളില് പലപ്പോഴും നാട്ടിൽ നിന്നൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ഇനി മദ്രസ അല്ലാത്ത അതിന്റെ തണല് ലഭിക്കാതെ വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വിദേശത്ത് വന്ന് ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ ആകൃഷ്ടരായി വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സുന്നത്ത് ജമാഅത്തും അറിയില്ല, അവർക്ക് എന്താണ് സമസ്ത എന്നും അറിയില്ല, ഒന്നും അറിയില്ല.
അവരെ സ്വാധീനിച്ച ഏതോ ഒരു നല്ല പ്രവർത്തനം ഉണ്ടാവും. അപ്പൊ അവര് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് പറയാൻ ഒരു അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റുന്ന പ്രസ്ഥാനമാണെന്ന് കണ്ടാൽ പിന്നെ മെല്ലെ അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാരൊക്കെ പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അവര് പാവങ്ങളാണ്, അവര് മറ്റൊന്നും വിചാരിച്ചു വന്നതല്ല, അവർക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. പക്ഷെ അവരെ നമ്മൾ എന്താക്കണം, നേതാക്കന്മാര് അവർക്ക് വേണ്ട ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തി കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം, എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മള് അവരൊരു കൂട്ടായ്മ എന്ന് മാത്രമേ കാണൂ. ഇതല്ല, ഇത് അള്ളാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. റബ്ബിന്റെ സഹായം വല്ലാതെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടാണ്. അങ്ങനെ റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് നന്നാവണം. നമ്മുടെ നിയ്യത്ത് എന്ന് പറയുന്ന മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നമുക്ക് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ലക്ഷ്യം. നമ്മള് മാത്രല്ല, നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒക്കെ ഇതിന്റെ ഭാഗമാക്കണം. നമ്മളെ വേറെ ഭൗതികമായ ഒരു കാര്യവും നമ്മള് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നാൽ ഇതിന്റെ പവിത്രത നഷ്ടപ്പെടും. പവിത്രത നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ അത്ര ആൾക്കാരെ നോക്കിക്കോളൂ. പരിശുദ്ധ ദീനിന്റെ ഒരു പ്രസ്ഥാനത്തെ, ഒരു സംവിധാനത്തെ, ഒരു സ്ഥാപനത്തെ ഈ രീതിയിലല്ലാതെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിനെ നിസ്സാരപ്പെടുത്തല. അങ്ങനെ നിസ്സാരപ്പെടുത്തിയാൽ അവിടെ ജീവിതത്തിൽ ആ മുസീബത്ത് ഉണ്ടാവാൻ വേറെ വഴിക്കൊന്നും നിങ്ങൾ പോണ്ട. നിയ്യത്ത് എപ്പോഴും നന്നായിരിക്കണം. ഞാൻ സാധാരണയായി പറയാറുണ്ട്, എനിക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ജമാഅത്ത് കമ്മിറ്റിയൊക്കെ ആയിട്ട് വല്ലാതെ സഹകരിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. നന്നായി കുടിക്കും കക്ഷി. അപ്പൊ ആ നാട്ടിലെ കുറെ ആൾക്കാർ പറഞ്ഞു, ഈ കുടിക്കുന്ന മനുഷ്യനൊക്കെ ജമാഅത്ത് കമ്മിറ്റിയിലൊക്കെ. അപ്പൊ അവരൊക്കെ പറയും, അതൊക്കെ നീ പറയുന്ന നിന്റെ ഉപ്പുപ്പാന്റെ കാലത്തെ ആളുണ്ട്, അതുകൊണ്ട് അയാളാ ഉണ്ടായിക്കോട്ടെ എന്ന് പറയും. അവസാനം ഒരു സുപ്രഭാതത്തില് അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചിട്ട് ഹജ്ജിന് അയച്ചു. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പം ഹാജിയാര് വന്ന് ബ്രീഫ് കേസ് തുറന്ന സമയത്ത് അതിൽ കണ്ടത് മറ്റേ സാധനമാണ്, ബോംബെയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ മുഖത്തോട് നോക്കും പറഞ്ഞു, എനിക്ക് കൈയും കാലം പറിച്ചുപോയി ബോംബെയിൽ എത്തിയപ്പോ, അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫുകളിൽ കാലുകുത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ട് പോലും ഈ തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ ശരിപ്പെടുത്താൻ, ആ വഴിയെ നേരെയാക്കാൻ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ഹറം ഷരീഫുകളെ അടക്കം നിസ്സാരപ്പെടുന്നതിന് തുല്യാണ്. അദ്ദേഹത്തിന്റെ ആക്കിബത്ത് എന്തായിരുന്നു അറിയോ? 4 ആള് കാണുക മനുഷ്യന്മാരുടെ നടുവിൽ വെച്ചിട്ട് മദ്യത്തിൽ വിഷം കലർത്തി അത് കുടിച്ചിട്ട് അങ്ങനെ തന്നെ പോയി. നമ്മളൊക്കെ എന്താ അല്ലാണ്ട് ദ്വാരക്ക പഠിച്ചോനെ ആക്കിബത്ത് നന്നാക്കണേ അത് ദ്വാരക്ക. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒറ്റൊരു ഉദാഹരണം. ഇത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഉണ്ടാക്കിയ പ്രസ്ഥാനം. ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഇതിന്റെ മിഷനും വിഷനും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ എവിടെയൊക്കെ ചെന്നെത്തുന്നു അവിടെയൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളുമായി, അതിന്റെ ആദർശങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ച് അതാണ് ഇസ്ലാമിന്റെ ഓതന്റിക് ആയിട്ടുള്ള വഴി എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കൂട്ടായ്മ എന്ന നിലക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം. നിങ്ങളിപ്പോ കുവൈത്ത് ഇസ്ലാമിക് സുന്നി കൗൺസിലിന്റെ ആൾക്കാരോട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് അജണ്ടകൾ നിങ്ങളുടേതായിട്ടുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പോകുന്നത് എന്താണ്? നമ്മൾ ഈ സമൂഹത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്.
അവിടെ തന്ത്രപരമായ ചില നീക്കങ്ങൾ വേണ്ടയെടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യും. അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കും. അതേപോലെ തന്നെ ആദർശ സംബന്ധിയായ പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും, പ്രഭാഷണങ്ങൾ നടത്തും, സംവാദങ്ങൾ നടത്തും, മനുഷ്യന്മാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പരിപാടികൾ ചെയ്യും. അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം, ഇത് നാളെ പത്രത്തിൽ വരണം, പത്രത്തിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അതൊരു അനിവാര്യതയാണ്. പക്ഷേ നമ്മൾ ചെയ്തത് പത്രത്തിൽ കൊടുക്കാം, പക്ഷെ പത്രത്തെ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് പറ്റൂല. അത് ശരിക്കും ഒരു നാരായണത്ത് ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. കഠിനാധ്വാനം ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവസാനം അതൊക്കെ കൊണ്ടുപോയി ഈ പത്രത്തിലിട്ട് അങ്ങ് ഉടക്കി പടച്ചോന്റെ അടുത്തെത്തുമ്പോ ഒന്നും ഉണ്ടാവൂല. ജീവിതത്തെ മൊത്തം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് എന്താക്കുക, ഞാൻ ഇതിനെ അങ്ങനെ ആ വഴിക്ക് തിരിച്ചിരിക്കുന്നൂന്ന് ഒന്ന് നിയത്ത് ചെയ്യാം. നമ്മളെ ഒരു തടസ്സവും ഉണ്ടല്ലോ, ഏത് പാതിരാത്രി വിളിച്ചാലും എഴുന്നേറ്റ് വരാനുള്ള ഊർജം നമുക്ക് ലഭിക്കും, യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട നമുക്ക്. പിന്നെ നേതൃത്വം എന്ന് പറയുന്നത്, നേതൃത്വം ഏത് ഹബിഷിയായ വലൂഖാൻ അബദൻ ഹബിഷി എന്നല്ലേ, ഹബിഷിയായ അടിമയാണ് നിങ്ങളുടെ ലീഡർഷിപ്പിൽ നിന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതെങ്കിലും അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമ്മൾ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആളായിട്ട് മാറുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേ ഈ കേന്ദ്ര കമ്മിറ്റിയിലുള്ള നേതാക്കന്മാര് പ്ലാൻ ചെയ്ത വിഷയങ്ങളെ അവർ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തിട്ട് സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആവശ്യമായ ചില കാര്യങ്ങൾ ഉണ്ടാക്കി അത് കൃത്യമായി ഫലവത്തായ രീതിയിൽ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ കീഴ്ഘടകങ്ങൾ മേൽഘടകങ്ങളെ അവരുടെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും അനുസരിക്കാനും അത് കാര്യഗൗരവത്തോടുകൂടി സമയബന്ധിതമായി നിർവഹിക്കാനും സാധിക്കണം. അതിനവർ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചെങ്കിലേ പറ്റൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പറയണ്ടല്ലോ, സഹാബത്തിൽ ആരാണ് ലോകത്തിന്റെ വലിയ രണ്ട് വിളക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലങ്കൈ ഇടങ്കൈ എന്ന് പറയാം. ആ മഹാന്മാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറയും. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം ഖലീഫയുടെ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ അംഗീകരിക്കും. അതൊരു വലിയ മനസ്സാണ്. ആ തീരുമാനത്തെ അംഗീകരിക്കും. അത് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നത്. അത് അംഗീകരിക്കണമല്ലോ. സാധാരണ പറയാറുണ്ട് ഒരു വിഷയം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈനിക നേതൃസ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താന്ന് വെച്ചാല് മൂപ്പരെക്കാളും നല്ലത് ആ സ്ഥാനത്ത് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്തം നിർവഹിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ എന്താക്കി, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ താഴെ ഇറക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. അസ്ഹാബി കന്നുജൂം, എല്ലാ അർത്ഥത്തിലും അവർ നക്ഷത്രങ്ങളാണ്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്നല്ലേ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മാഷാ അല്ലാഹ്. ആ മഹാന്മാരൊക്കെ സ്മരിക്കുമ്പോ വലിയ ബർക്കത്തുണ്ടാവും ജീവിതത്തില്. അവര് ലോകത്തിന്റെ നക്ഷത്രങ്ങളായിരുന്നു അല്ലേ? നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ എത്ര ഉയരത്തിലാണ് രാത്രിയില് നീലാകാശത്ത് ആകാശത്തിനെ
പൂർണ്ണമായി അതിന്റെ ഭംഗിയിലേക്ക് കൊണ്ടുവരുന്ന ആ നക്ഷത്രങ്ങള്, ലോകത്തിന്റെ ഏതൊക്കെ ദിക്കിലുള്ള ആൾക്കാരാണ് ആ നക്ഷത്രങ്ങളെ കാണുന്നത്, അതിന്റെ മനോഹാരിത അനുഭവിക്കുന്നത്, അതിന്റെ സൗകുമാര്യത അനുഭവിക്കുന്നത്? മഹാന്മാരായ സ്വഹാബത്ത് നക്ഷത്രങ്ങളാണ് എന്നത് ആരംഭപ്പൂവിന്റെ ചുണ്ടിൽ നിന്ന് വന്നതാണ്. ഓ, എന്തൊരു ഭാഗ്യവാന്മാരല്ലേ! അള്ളാഹു ആ മഹാന്മാരുടെ കൂടെ സ്വർഗം പുൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാര് പോയ വഴിയിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനങ്ങളില് റഹ്മാനായ റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരു പ്രയോഗാണത്! അവര് വലിയ നക്ഷത്ര, അവര് മനോഹരങ്ങളായ നക്ഷത്രങ്ങളാണ് സഹാബത്ത്. അവരെത്ര നല്ല മനുഷ്യന്മാരായിരുന്നു നോക്കൂ നിങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അല്ല, അബൂബൈദ റളിയല്ലാഹു അൻഹു ആണ് അതിന് ഏറ്റവും ഏവളായ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദിൽ അനുയോജ്യനായ ആള് മൂപ്പരായിരുന്നു, ഖാലിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു, പക്ഷെ അതിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചോ? അല്ലെങ്കിൽ ഏതിനെതിരെ? ഖലീഫയുടെ തീരുമാനത്തിനെതിരെ, നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, അനുസരിച്ചു. സമീഅന വഅതഅന. ചിന്തിക്കണ്ടായല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നല്ലോ, വന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ഈ സൈനിക നേതൃസ്ഥാനം ഇറക്കിയിട്ട് അവിടെ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെ പ്രതിഷ്ഠിച്ചു. പലരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താ ഖലീഫ എന്ത് ഇങ്ങനെ, അമീറുൽ മുഅ്മിനീൻ എന്ത് ഇങ്ങനെ ചെയ്തത്? അപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ തീരുമാനത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ക്ഷേമമെങ്കിൽ ഞാൻ ഈ ഖലീഫയെ അംഗീകരിക്കുകയാണ്. സമൂഹത്തിലെ പല വമ്പന്മാരും പഠിക്കാതെ പോയത് ഈ ഒരു മര്യാദയായിരുന്നു. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്കൊക്കെ ഈ സമൂഹത്തോടുള്ള ഈർഷ്യ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഉമ്മത്തിനെ രണ്ടാക്കിയ ചില ആൾക്കാര്. അള്ളാഹു അത്തരക്കാരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. അതൊന്നും സഹാബത്തിന്റെ വഴിയല്ല. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പേ വിട പറഞ്ഞ ആളാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലിദ് പോയി അല്ലേ റളിയല്ലാഹു അൻഹു. അവസാന ഘട്ടത്തില് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഉത്തരവാദിത്തം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാമായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു ഊരിയ വാള് എന്ന് റബ്ബേ നിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്ന് എനിക്ക് പറയാമായിരുന്നു. അപ്പൊ എന്താ സൈനിക നേതൃസ്ഥാനത്ത് പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിന്റെ പൊരുൾ മനസ്സിലായിക്കോടെ. ഇതാണ് നേതൃത്വത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് പലതും തോന്നും, നമുക്ക് പലതും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതോടൊപ്പം അതൊക്കെ നമുക്ക് അവതരിപ്പിക്കാം, പ്രകടിപ്പിക്കാം. പക്ഷെ നേതൃത്വം ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തെ അംഗീകരിക്കുക. അതാണ് സഹാബത്തിന്റെ വഴി. നമ്മള് സഹാബത്ത് പോയ വഴിയിലൂടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ രണ്ട് സംസാരം ചുരുക്കുകയാണ്, ഏകദേശം സമയം ആയിട്ടുണ്ട്. നേതൃത്വത്തെ അംഗീകരിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രബോധകനാണ് എന്ന ചിന്ത മനസ്സിൽ വെച്ച് തീർത്തും ഞാൻ നേരത്തെ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരാമർശം ഞാൻ നടത്തി. ഇവിടെ ഒന്നും നമുക്ക് തടസ്സമല്ല. ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയൊക്കെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. പക്ഷെ പരസ്പരം ആൾക്കാർ ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, എന്നാൽ ഒരു പരിധി വരെ കാണാം. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് എന്നെയും കാണാമല്ലോ.
നേതൃത്വം പറയുന്നത് കൃത്യമായി അംഗീകരിക്കുകയും നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ, അത് നിർവഹിക്കുന്നതിൽ നമ്മൾ വ്യക്തത പുലർത്തുകയും അതിനൊരു കണിശത കാണിക്കുകയും ചെയ്താൽ നമ്മളെ മുമ്പേ കടന്നുപോയ മഹാന്മാരായ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാര് അവരുടെ പ്ലാന് നിർവഹിക്കുന്നതിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങള് നന്നായിട്ട് മുന്നോട്ട് പോവുക. അതിന് ഈ സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തുകയും നേതൃത്വത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്താൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, UAE നാഷണൽ എസ്കേഎസ്എഫിന്റെ ഒരു നേരത്തെ നമുക്ക് ലോക്ക്ഡൌൺ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പരിശ്രമിച്ചിട്ട് അവസാനം വേണ്ടാന്ന് വെച്ച നൂലാമാലകൾ ഓർത്തിട്ട് സമയം കളയാൻ കഴിയില്ല വെച്ച് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോ 17ഓളം പിന്നെ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോക്ക്ഡൌൺ സമയത്ത് അവരവരുടെ വീടുകളിൽ ഇരുന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തെ അംഗീകരിച്ചതിന്റെയും വിജയമാണ്. ആ വിജയമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഒന്ന് മാറ്റുക. പ്രവർത്തകരായ നമ്മള് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഈ ഒരു മേഖലയില് നമ്മളല്ലാതെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നമ്മളെക്കാളും ബുദ്ധിയും കഴിവും ഒക്കെയുള്ള മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രബോധനത്തിന്റെ വഴിയിൽ എത്തി നിൽക്കുകയാണ്. ഈ വഴിയിൽ മരിക്കുന്നത് വരെ നിലനിൽക്കാനും നമ്മുടെ മക്കളെയും പരിശുദ്ധ ദീനിന്റെ പണിക്കാരായിട്ട് മാറ്റണേ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മൾ ആ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ ഒരു മോന് പിന്നെ വാഫിക്ക് പഠിക്കുകയാണ് കാട്ടിലങ്ങാടിയില്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, ഇപ്പം +2 കഴിഞ്ഞു, റിസൾട്ട് കാത്തു നിൽക്കുകയാണ്, ഇനിയിപ്പം പിന്നെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പൊ എന്താണ് പിന്നെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോ, അതേപോലെ തന്നെ ഒരു 14 വയസ്സായ മോളുണ്ട്. അപ്പൊ ഓളോട് ഞാൻ എന്താണ് നിങ്ങളുടെ ഒക്കെ ഉദ്ദേശം എന്ന് വെച്ചപ്പോ അവരുടെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു വിഷയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമല്ല, പക്ഷെ ഈ ഒരു മേഖല ഉണ്ടല്ലോ, അതായത് ദഅവാ പ്രവർത്തനത്തിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ ദീന് പഠിപ്പിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ജീവിത മേഖലയായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്ക് പ്രശ്നമല്ല, പക്ഷെ മരിക്കുന്നത് വരെ പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ നിങ്ങൾ നിലനിൽക്കണം. അതങ്ങനെ തന്നെ, അത് നമ്മുടെ മക്കൾ അങ്ങനെ പോകണം എന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിലെ തന്നെ മക്കളോട് അത് പറഞ്ഞു പഠിപ്പിക്കും. നമ്മൾ അങ്ങനെ നമ്മുടെ ഗൃഹാന്തരീക്ഷം തന്നെ ആ രീതിയിലാവട്ടെ. അതൊരു വലിയ ബോധം നമ്മുടെ ഭാര്യയിലും നമ്മുടെ മക്കളിലും നമ്മുടെ ചുറ്റുപാടത്തുള്ളവരിലും ഒക്കെ ഉണ്ടാക്കി തീർക്കും. അല്ല നമ്മള് പിന്നെ അവിടെ ഒരു പിന്നെ എന്താ പറയാ ദീനുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതവും ചിന്തയും സംസാരവും ആവുകയും ഇവിടെ ഇസ്ലാമിക് സുന്നി കൗൺസിലിന്റെ പരിപാടിയിൽ വന്നാൽ മാത്രം ഇങ്ങനെ ആവുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇതൊരു ഏറെയാണ്. കാരണം നിങ്ങൾ നോക്കൂ, എന്നോട് നിങ്ങൾ ആരും ദേഷ്യം പിടിക്കേണ്ട. ഇപ്പൊ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാര്, എല്ലാവർക്കും ഇവിടെ നിർവഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ദേവാപ്രവർത്തകരല്ലേ, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ എന്താ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി വഇല്ലം യസ്തതി' ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നത് ഇത് 3 ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് പറയുന്നതെന്നാണ്. 3 ആൾക്കാരുടെ ഡ്യൂട്ടി. അത് ഏതാ? ഒന്ന്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി എന്ന് പറഞ്ഞത് ഉമറാക്കളുടെ ഉത്തരവാദിത്തമാണ്. കൈകൊണ്ട് തടയണം എന്നുള്ളത് സമൂഹത്തിൽ ഉമറാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി എന്ന് പറഞ്ഞത് അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം എന്നാണ്. പണ്ഡിതന്മാര് അവരുടെ നാവ് വാളായിട്ട് ഉപയോഗിക്കേണ്ട സമയമാണത്. ആ തിന്മക്കെതിരെ ശക്തമായിട്ട് വിളിച്ചു പറയണം. ഉമറാക്കൾ അത് കഴിയില്ല, പാടില്ല എന്ന് പറഞ്ഞ് തടയണം. എന്ന് പറഞ്ഞ സാധാരണക്കാരായ ആൾക്കാര് അവര് മാനസികമായി അതിന് പിന്നാക്കം നിൽക്കണം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ GCC രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ കേരളക്കാര് തന്നെ പല സാംസ്കാരിക സംഘടനകളും മറ്റും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാകും. ഞാൻ പലപ്പോഴും പിന്നെ നമ്മുടെ
പല നേതാക്കന്മാരും ആയിട്ട് അവരുടെ ഒക്കെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമായ ഒരു നിലപാടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ അതിൽ ഉറച്ചു വെക്കണം. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള പല നേതാക്കന്മാരും പിന്നീട് വന്നിട്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഒരു സ്ഥലത്തുനിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എടാ കാശിഫി, നിന്റെ സംസാരം നിർത്തടാ എന്ന് ഞാൻ സ്റ്റേജിൽ നിന്നോട് പറയാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേ പറഞ്ഞില്ല. ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് അതൊക്കെ സ്വീകരിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു 2 വിഷയമാണ് പറഞ്ഞത്. ഒന്ന്, ഞാനൊരു ദാവാ പ്രവർത്തകനാവണം എന്ന ഒരു പ്രാർത്ഥനയായിട്ട് കഴിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്ക് ദേഷ്യം പിടിക്കും. എന്നാല് നമ്മളെ പാണക്കാട് തങ്ങളുടെ അനുസ്മരണ നാളെ ഉണ്ട് എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നം ആയിരിക്കും ഉണ്ടാവില്ല കേട്ടോ. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചില്ല. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ഈ നമ്മള് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളായാലും, നമ്മള് ഏത് സംഘടനയുടെ ആളായാലും, നമ്മളൊരു മുസ്ലിമാണ് എന്ന വിഷയം നമ്മൾ മറക്കരുത്. നമ്മുടെ 2 കാലും ആ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ ഈ ഉമറാക്കളായ മനുഷ്യന്മാര് പരസ്യമായ ഹറാമിയത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല. ഹറാമിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന ഏർപ്പാടുകളുടെ സംഘാടകരായി നമ്മൾ മാറരുത്. 30 ദിവസം വ്രതാനുഷ്ഠാനം നടത്തി, 30 ദിവസം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി, 30 ദിവസം ഒരുപാട് സ്വായിമീങ്ങളെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് പെരുന്നാളിന്റെ പിറ്റേന്ന് കുറെ പെമ്പിള്ളറെ കൊണ്ടുവന്നിട്ട് ഡാൻസും പാട്ടും കൂത്തുവാക്കിയിട്ട് അതിന്റെ സംഘാടകരായി മുന്നിൽ നിൽക്കുന്നത് തനി ഹറാമിയത്താണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ 30 ദിവസം ചെയ്തതൊക്കെ കൊണ്ടുപോയി ജഹന്നമ കളയുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞപ്പോ എന്തോ അള്ളാഹു ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പറയണമെന്നാണ് പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, നിന്നോട് നിർത്തടാന്ന് പറയാൻ എനിക്ക് തോന്നി, ഞാൻ വിചാരിച്ചതാണെന്ന്. പക്ഷെ വിചാരിച്ചതേ ഉള്ളൂ, അള്ളാഹു നാവ് പൊക്കിയില്ല. മനസ്സിലായ? അവിടെ അള്ളാഹിന്റെ സഹായം കിട്ടും. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ റബ്ബിന്റെ കോപം മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. റബ്ബിന്റെ കോപം മാത്രമേ ഭയപ്പെടൂ. ആരെയും നമ്മൾ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, ആരെയും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഒരു പ്രബോധന പ്രവർത്തകനാണ് എന്നത് നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നൃത്തത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും കാണണം. എല്ലായിടത്തും കാണണം. നമ്മുടെ ജീവിതത്തിൽ അത് നേടിച്ച് കാണണം. ഒരുപാട് ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന പ്രബുദ്ധരായ സമൂഹമാണ് എന്റെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും എന്റെ സീനിയറുമായ ബഹുമാനപ്പെട്ട മൻസൂർ ഫൈസി ഉസ്താദിനെല്ലാം മടുപ്പ് വന്നെന്നാണ് തോന്നുന്നത്. അവരൊക്കെ എഴുന്നേറ്റ് പോകാൻ ഓടാനുള്ള പരിശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും മടുപ്പിക്കുന്നില്ല, ഞാൻ നിർത്താൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതിന് അവസരം തന്ന, അല്ലെങ്കിൽ ഈ നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട സുന്നി കൗൺസിലിന്റെ, കുവൈത്ത് സുന്നി കൗൺസിലിന്റെ ബഹുമാന്യരായ നേതാക്കന്മാര്, മഹാന്മാരായ പണ്ഡിതന്മാര്, ഞാൻ നിങ്ങൾ ഏറെ എളിയവനാണ്, നിങ്ങളോട് പറയാനുള്ള കോപ്പൊന്നും എന്റെ കയ്യിലില്ല എന്നറിയാം. പക്ഷെ ഞാന് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ സമസ്ത എന്ന് പറയുമ്പം എന്റെ മനസ്സിലേക്ക് വന്ന കുറെ എന്താ പറയാണ് ഖവാത്തിർ ഉണ്ടല്ലോ, അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി പറയുന്നുണ്ട്, ഞാന് ഖുർആനെ വ്യാഖ്യാനിക്കാൻ ഞാൻ വല്ല മുഫസ്സിറൊന്നുമല്ല, ഓതും എന്റെ മനസ്സിലേക്ക് വരുന്നതാണ്. അതേപോലെ വലിയ മഹാനാണല്ലോ അള്ളാഹു, ആ മഹാനുഭാവന്റെ കബറിടത്തെ സ്വർഗപ്പൂന്തോപ്പായി കൊടുക്കട്ടെ, അവരുടെ ഇൽമു അള്ളാഹു നമുക്ക് നാഫിയാക്കി തരട്ടെ. അപ്പൊ അതേപോലെ ഈ സമസ്ത എന്ന് പറയുമ്പോഴും സുന്നത്തമായത്ത് എന്ന് പറയുമ്പോഴും പ്രബോധനം എന്നൊക്കെ പറയുമ്പോ എന്റെ ഖവാത്തിർ, ആ ഖവാത്തിർ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഇൻഷാ അള്ളാ നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാന്. നമുക്ക് പരസ്പരം കാണാനും നേരിട്ട് സംസാരിക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വലിയ പ്രബോധകരായിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും നമ്മുടെ മക്കളെയും സന്താന പരമ്പരകളെയും അള്ളാഹു മാറ്റി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് ആമീൻ അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ഞങ്ങളുടെ ആമീൻ ആമീൻ യാ ഈ റബ്ബൽ ആലമീൻ. സമയം നീ നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ സമയത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ പറഞ്ഞതൊക്കെ ആമീൻ യാ റബ്ബൽ ആമീൻ നിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തെ അതിലേക്ക് ആകർഷിപ്പിക്കുവാനും ആ സമൂഹത്തെ അതിനു വേണ്ടി തയ്യാർ ചെയ്യാനൊക്കെയാണ്. അതിനാണ് ഇതിന്റെ സംഘാടകർ ഇതൊക്കെ സംഘടിപ്പിച്ചത്. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. ഈ കാലഘട്ടത്തിൽ ഈ ആഖിറത്തിൽ നിന്റെ പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ നീ ഞങ്ങളെയും കൂടി സബബാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും ഒരുപാട് മനുഷ്യരെ, വലിയ നേതാക്കന്മാരെ ഒക്കെ ഈ ലോകത്ത് നിന്റെ ദീനിനെ നിലനിർത്താൻ നിനക്ക് പടച്ചൂടാൻ സാധിക്കും. എന്നിട്ടും ഞങ്ങളെ ഈ വഴിക്കേക്ക് കൊണ്ടുവന്ന നിന്നോട് എങ്ങനെ ശുക്ർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹ്. ഞങ്ങൾ ഇതിൽ നിലനിർത്തണേ റഹ്മാനെ. ഇതിൽ നിലനിൽക്കാൻ പാകമായ രീതിയിൽ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ വിചാരങ്ങളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ നോട്ടങ്ങളെ എല്ലാറ്റിനെയും റഹ്മാനായ റബ്ബേ നീ മാറ്റി തീർക്കണേ അല്ലാഹ്. പണിക്കാരായിട്ട് തന്നെ നീ സ്വീകരിക്കണേ റഹ്മാനെ. മുന്നിലേക്ക് വരുമ്പോ നിന്റെ ദീനിന്റെ പണിക്കാരനായിട്ട് നിന്റെ മുന്നിലേക്ക് വരാന് നിന്റെ തൃപ്തി സ്വീകരിക്കാൻ, നിന്റെ രീത സ്വീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഈ പരിശുദ്ധമായ ദീനിന്റെ വലിയ ശബ്ദമാണ് റഹ്മാനെ. അള്ളാഹുവേ നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ മഹാനായ അലിക്കുട്ടി ഉസ്താദ്, അതേപോലെ തന്നെ മഹാന്മാരായ ഞങ്ങളുടെ പണ്ഡിതന്മാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, അവരൊക്കെ പല അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. പക്ഷെ ആ സമയത്തും നിന്റെ പരിശുദ്ധ ദീനിന്റെ ഇസ്സത്ത് നിലനിർത്താനും അതിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ് റഹ്മാനെ. അവർക്ക് താങ്ങും തണലുമായി കഴിയാൻ, അവരുടെ ഖാദിമീങ്ങളായി കഴിയാൻ, അവരുടെ പാദസേവകരായി കഴിയാൻ റഹ്മാനെ അതിനുള്ള അർഹതയെങ്കിലും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സ്വീകരിക്കണേ അല്ലാഹ്. അവരെ ബഹുമാനിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരോട് ഞങ്ങളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം നിറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് നിറക്കണേ അല്ലാഹ്. സഹാബത്തിനോടുള്ള റളിയല്ലാഹു അൻഹും, അല്ലാഹുവേ റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് പറഞ്ഞിട്ട് നീ വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗമാണല്ലോ റഹ്മാനായ റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ 5 പൈസ ലാക്കാക്കാതെ, ദുനിയാവിന്റെ ഒരു ജാഹും ലക്ഷ്യം വെക്കാതെ, ദുനിയാവിന്റെ ഒരു പദവിയും ലക്ഷ്യം വെക്കാതെ, ദുനിയാവിന്റെ ഒരു നേട്ടവും ലക്ഷ്യം വെക്കാതെ നിന്റെ പരിശുദ്ധ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിനുള്ള ഇൽമു നൽകണേ അല്ലാഹ്. അതിനുള്ള ഹിൽമും ഹിക്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അദബ് നൽകണേ റഹ്മാനെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിന്റെ വിശുദ്ധമായ കലാം ഖുർആൻ പഠിക്കാൻ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ കൂടി എല്ലാവർക്കും ആ ഖുർആനെ നന്നായിട്ട് പഠിക്കാനും അതിന്റെ വരികൾക്കിടയിലൂടെ ആഴ്ന്നിറങ്ങാനും അതിന്റെ മാധുര്യം ആസ്വദിക്കുവാനും റഹ്മാനെ നിന്റെ കലാമാണല്ലോ അല്ലാഹ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പോകുന്ന നിന്റെ കലാം, ആ കലാമിന്റെ ലവ്വത്ത് അനുഭവിക്കാൻ റഹ്മാനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളെ ഇതിനൊക്കെ പാകപ്പെടുത്തിയ മഹാന്മാരായ ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട് അല്ലാഹുവേ. അവരിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഉണ്ട് റഹ്മാനെ. ആ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് വലിയ ദർജ നൽകണേ അല്ലാഹ്. അവരുടെ റിള സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് വലിയ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബറുകളെ വിശാലമായി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരിൽ സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ കണ്ടവരുണ്ട് അല്ലാഹുവേ. പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പോയവരാണ് റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ദർജനെ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊത്ത് ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരിക്കുവോളം നിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ ഉപ്പ റബ്ബേ, ഒരു നിമിഷം പോലും നരകത്തിന്റെ ചൂട് അവരെ അറിയിക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ദർജന ഉയർത്തണേ റഹ്മാനെ. അവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്
അവരെ നീ രക്ഷപ്പെടുത്തി അവർക്ക് വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ. റബ്ബേ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നിന്റെ പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ പരമ്പരയെ നിന്റെ പരിശുദ്ധ ദീനിന്റെ ആൾക്കാരാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഏറ്റവും വലിയ ഇസ്സത്ത്, ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്രസ് നിന്റെ പരിശുദ്ധ ദീനിന്റെ ദഅവത്താക്കി മാറ്റണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. ദീന് വിറ്റിട്ട് ദുനിയാവ് ഉണ്ടാക്കുന്നവരില് റഹ്മാനെ അവരുടെ അടുത്തേക്ക് പോലും ഞങ്ങളെ നീ എത്തിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അവരിൽ നിന്ന് നീ ഞങ്ങളെ ദൂരത്താക്കണേ അല്ലാ, നീ ദൂരത്താക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ ദീനിനെ വിറ്റ് കാശാക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. മുഖ്ലിസീങ്ങളെ പെടുത്തണേ അല്ലാ. മുറായികളിൽ നിന്നും മുതകബ്ബിരീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മുതവാദിഈങ്ങളിലും വറഉള്ളവരിലും ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് പാവങ്ങൾ ചെയ്തവരാ റഹ്മാനെ. അല്ലാഹുവേ നീ പറഞ്ഞത് ലൗ അതൈതനി ബിഖുറാബിൽ അർളി ദംബൻ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ എന്നല്ലേ. ഞങ്ങൾ ഇതാ ഭൂമിയോളം പാപം ചെയ്തിരിക്കുന്നവരാ റഹ്മാനെ. റഹ്മാനെ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ. സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവര്, ഞങ്ങളോട് ഗുണകാംക്ഷിക്കുന്നവര്, ഞങ്ങളോട് നന്മ ഉപദേശിക്കുന്നവര്, ഞങ്ങളോട് പുഞ്ചിരിക്കുന്നവര്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവര്, ഞങ്ങളെ സഹായിച്ചവര് റഹ്മാനെ നിരവധിയായ ആൾക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങള്, ഞങ്ങളുടെ ഭാര്യസന്താനങ്ങള് അല്ലാഹുവേ അവർക്കെല്ലാം ഈ ഖൈറും ബറക്കത്തും നിഅമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ, രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം ഞങ്ങൾക്കില്ല അല്ലാ. നിന്റെ സഹായം ഉണ്ടാവണേ അല്ലാ, നിന്റെ നോട്ടം ഉണ്ടാവണേ അല്ലാ. കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 മിനിറ്റ് നമ്മൾ കുറച്ച് സമയം കുറച്ച് വൈകി എന്നാലും നമ്മൾ ആളുകൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് ഒരു അവസരം കൊടുക്കും. അങ്ങനെ നേരത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 2 മണിക്കൂർ പരിപാടി ഉദ്ദേശിച്ച് കുറച്ച് വൈകി പോയി. എന്നാൽ കുഴപ്പമില്ല. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ഡൗട്ട്സുകൾക്കുള്ള സമയം കൂടി ഒരു 10 മിനിറ്റ് കൊടുക്കും. ആരെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ നമുക്ക് ആളുകൾ വിളിക്കും. അതിന്റെ സംഘടനാ സംബന്ധമായ ക്ലാസ്സുകളിൽ നമ്മുടെ സംശയങ്ങളോ അഭിപ്രായങ്ങൾക്കോ ഉള്ള സംശയങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. ആരെങ്കിലും ചോദിക്കണില്ലേ? ഇനി എന്തെങ്കിലും ഞാന് പറയേണ്ടതുണ്ടായിരുന്നോ എന്ന് തോന്നുന്ന വിഷയം ഉണ്ടെങ്കിൽ അത് ചോദ്യമായിട്ട് വന്നാല് എനിക്ക് പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അത് പറയാം. ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ പറയാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. കാശിഫി ഉസ്താദ് അസ്സലാമു അലൈക്കും. ഞാൻ അഷ്റഫാണ്. അൽഹംദുലില്ലാ നന്നായി. നിങ്ങളെ കുറിച്ച് നമുക്കറിയാം, ചെറുപ്പത്തിലേ അറിയുന്നതാണ്. വളരെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ എനിക്കും അതുപോലെ നമ്മളെല്ലാ മെമ്പർമാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ കോവിഡ് കാലത്ത് നമ്മൾ ഈ ആധുനിക സംവിധാനം ഉപയോഗിച്ച് അതുപോലെ നമുക്ക് കുറച്ച് ടിപ്സ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അൽഹംദുലില്ലാ നിങ്ങൾ പറഞ്ഞത് നമ്മളൊക്കെ കുറെയൊക്കെ തഖ്വ കൂടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്. വളരെയേറെ നന്നായിട്ടുണ്ട്. വളരെയേറെ നമ്മള് വ്യത്യസ്തമായ ഒരു പ്രഭാഷണമായിരുന്നു നമ്മൾ കേട്ടത്. സാധാരണ ിൽ നിന്ന് വ്യത്യസ്തമായ. അൽഹംദുലില്ലാ അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പക്ഷെ ചെറുതായി ഒരു ടിപ്സ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മൾ റൂമിൽ ഇരുന്നു കൊണ്ട്
ഈ ആധുനിക സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ ഏതെല്ലാം രീതിയിലേക്ക് നമുക്ക് ഇതിന്റെ ഞാനിപ്പോ ഇവിടെ ഇപ്പൊ UAE നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. ഞാനത് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്, അതിൽ ഒതുക്കാതെ ഈ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പുതിയ കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. പുതിയ കമ്മിറ്റി കോവിഡ് ആയതുകൊണ്ട് എന്തില്ല, ഒരു നമുക്ക് ഒത്തുചേരാനും മറ്റൊന്നും പറ്റിയില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോ പുതിയ പ്രവർത്തകരും ഒരു പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് ഒരു നല്ല തുടക്കട്ടെ, മാനസികമായി അവരെ ഒന്ന് പാകപ്പെടുത്തുന്ന സംസാരം കൂടി ആവട്ടെ എന്ന രീതിയിലാണ് അങ്ങനെ വന്നത്. ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ എന്താ വെച്ചാല്, കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് സൂം ആണ്, മറ്റൊന്ന് വാട്സപ്പാണ്. ഓക്കെ, വാട്സപ്പിനെക്കാളും കുറച്ചുകൂടി നമുക്ക് തോന്നുന്നത്, നന്നായി തോന്നിയത് സൂമാണ്. ഇപ്പൊ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ സയ്യിദ് ഷുഐബ് തങ്ങള് UAE നാഷണൽ SKSFന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചതിന് ശേഷമാണ് UAE അൽഹംദുലില്ലാ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. വലിയ മാറ്റങ്ങളാണ്. ഇപ്പം ഗൾഫ് സത്യധാര ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഒക്കെ പിറവി മഹാനായ തങ്ങളുടെ വലിയൊരു പരിശ്രമത്തിൽ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. ആ രീതിയിൽ പ്രവർത്തകരെ പാകപ്പെടുത്തി എടുത്തത് കൊണ്ടാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നേതൃസ്ഥാനത്തുള്ള ആൾക്കാരെ അവരെപ്പോഴും അലേർട്ടായിട്ടുണ്ടാവും. അവരെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് ബോധത്തോടു കൂടി തന്നെ ഉണ്ടാവും. അപ്പൊ അത് അവര് വാട്സപ്പിലോ മറ്റോ എളുപ്പം ചെയ്യേണ്ട കാര്യങ്ങളെ എന്താക്കും എന്ന് പറഞ്ഞാല് തീരുമാനാക്കിയിട്ട് ഒരു മീറ്റിംഗ് അങ്ങ് സൂമിൽ വിളിക്കും. അപ്പൊ അതില് പങ്കെടുപ്പിക്കേണ്ട ഘടകങ്ങൾക്കെല്ലാം അത് അയച്ചു കൊടുത്ത് ആ സമയത്ത് എല്ലാവരെയും കൃത്യമായി വരുത്തിച്ച്, ആരെങ്കിലും ഇല്ലെങ്കിൽ അന്നേരം തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആബ്സെന്റ് ആയി എന്ന് അവരോട് വിളിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിൽ നന്നായി ഈ വിഷയം ചർച്ച ചെയ്യും, എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, നന്നായിട്ട് തീരുമാനം. അതിനുശേഷം എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയും അത് പാർട്ടാക്കിയിട്ട് വിടുകയാണ് ഓരോരാൾക്ക്. ഇപ്പൊ ഈ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തന്നെ വലിയൊരു ടാസ്ക് ആണ് യഥാർത്ഥത്തില്. അതിന് SKSF വല്ലാണ്ട് പരിശ്രമിച്ചു. എന്ന് വെച്ചാൽ നമ്മളെ തടയാൻ ശ്രമിച്ചു കുറെ ആൾക്കാര്. SKSSFന്റെ ഒരു ലിസ്റ്റ് അവിടെ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അൽഹംദുലില്ലാ KMCCയുടെ നേതാക്കന്മാർ നമ്മളൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് പരിശ്രമിക്കുകയും വിടൂലെന്ന് അവര് കണ്ടപ്പോ ഇപ്പൊ നമ്മൾ 17ഓളം ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യാനുള്ള തീരുമാനം, ഏകദേശം കുറെ ഫ്ലൈറ്റുകൾ പോയി. അപ്പൊ അതിന് നല്ല ഒരു ഓഫീസ് വർക്കൊക്കെ നന്നായിട്ട് ആവശ്യമായ ഒരു ഘട്ടമായിരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ ചെയ്തത് ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്താൽ, ഇപ്പൊ ഇതിന് ലിസ്റ്റ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ മെയില് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ സമയത്ത് അതിപ്പോ എല്ലാ സമയത്തും സൂമിലാവൂല. അത് ഓരോരാളെ ഓരോരോ വിഷയങ്ങൾ ഏൽപ്പിക്കുകയും അവര് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അപ്പൊ തന്നെ അതിന്റെ അപ്ഡേഷൻ വാട്സപ്പ് ത്രൂ കൊടുക്കുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയും എവിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്ന്. വാട്സപ്പിൽ എല്ലാവരും എപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണ് നിർവഹിച്ചത്. സ്ഥിരമായി നടക്കുന്ന സംവിധാനങ്ങൾ ഇപ്പം ഞാരിയത്ത് സലാത്ത് ഉണ്ട്, ഷാർജ ഇന്ത്യൻ ഇസ്ലാമിക് ദഅവ സെന്ററിന്റെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ വെള്ളിയാഴ്ചയുള്ള. അതേപോലെ മലപ്പുറം ജില്ലയുടെ ഖതമുൽ ഖുർആൻ ഉണ്ട്. മറ്റ് പല ജില്ലകളുടെയും ഇതുണ്ട്, എന്താ നമ്മുടെ മജ്ലിസുൻ നൂർ, ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങള് ഈ പറഞ്ഞ പോലെ ആദ്യം എങ്ങനെ നടത്തും എന്നതിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷെ ഒരു വിത്തിൻ 1 വീക്ക് അത് പരിഹരിച്ചു. എല്ലാവരും വാട്സപ്പിൽ ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ പരിപാടിയിലാണ്. ഇന്നലെ രാത്രി ദുബായ് കണ്ണൂർ ജില്ല SKSFന്റെ ഒരു പരിപാടി, പക്ഷെ അത് വാട്സപ്പിലായിരുന്നു. അതെങ്ങനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഖതമുൽ ഖുർആൻ ആണെങ്കിൽ വാട്സപ്പിൽ സാധാരണ പോലെ ഓരോരാള് സമയം കൊടുക്കും. ഇത്ര സമയം മുതൽ ഇന്ന സമയം വരെ നമ്മൾ എല്ലാവരും വാട്സപ്പിൽ ഉണ്ടാവണം എന്ന് നേരത്തെ പറയുകയും ഓരോരാള് ദുആ ചെയ്ത് ഖതം ഓതിയിട്ട് ആ ഓതി കംപ്ലീറ്റ് ചെയ്ത ആളൊക്കെ അറിയിക്കും. ചിലപ്പോ ചില ആൾക്കാർ നേരത്തെ ഓതും, എന്നിട്ട് ഈ പറഞ്ഞ 10 മണി മുതൽ 11 മണി വരെ എന്ന് പറഞ്ഞെങ്കിൽ ആ സമയത്ത് എല്ലാവരും അവരുടെ റൂമുകളിലോ മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ട് അവർ അറിയിക്കുക ഞങ്ങൾ ഇത്ര ഓതിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പ്രസംഗവും ഇതേപോലെ സ്വാഗതവും ഉദ്ഘാടനവും എല്ലാം ഒരു ഗ്യാപ്പ് വെച്ച് അങ്ങനെ നടന്നു പോകുന്നുണ്ടാവും.
അവസാനം ദുആ ചെയ്യേണ്ട ആളെ ക്ഷണിക്കും. അവരും വാട്സപ്പിലുണ്ട്. അവരോട് ദൈവം പറയും. വാട്സപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മള് ഇവിടെ കുവൈറ്റിലും അത്തരത്തിലെ രീതികൾ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, കുവൈത്ത് കേരള സുന്നി കൗൺസിൽ അല്ല, കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ തന്നെയാണ് നമ്മളെയും ഓർഗനൈസേഷന്റെ സംഘടനയുടെ പേരിടുക. ഓക്കെ 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 ഓക്കെ. ഞാൻ സുന്നി കൗൺസിലാണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഞാരിയത്തു സലാത്ത് അതൊക്കെ ഈ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. മനസ്സിലായ? പിന്നെ ഇങ്ങനെ വാട്സപ്പും സൂമും വെച്ചിട്ട് നമ്മളെ ഏറ്റവും വലിയ തടസ്സം എന്താ? ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഒന്നിച്ച് 10 പേർക്ക് ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതേപോലെ അത് മീറ്റിംഗ് ചേരാനാണെങ്കിലും പൊതു വേദികൾ സംഘടിപ്പിക്കുന്ന വിഷയത്തിലായാലും ഇപ്പൊ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ നിങ്ങൾ നടത്തിയതുപോലെ ഈ രീതിയിലല്ലാതെ മറ്റ് പുതിയ അല്ലെങ്കിൽ വാട്സപ്പും സൂമും വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നെ ഇവിടെ നടത്തിയിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് വലിയ കാര്യങ്ങളൊക്കെ അതില്ലാതെ നമ്മള് ശ്രമിച്ചിട്ടാവാത്ത കാര്യങ്ങൾ വരെ ഈ സമയത്ത് നിർബന്ധിത സാഹചര്യം ആയതുകൊണ്ട് നടന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവാണ്. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താല് ആരാണ് സംസാരിക്കാനുള്ളത് ഉള്ളത് അറിയാൻ പറ്റും. എന്തായാലും സംസാരിക്കാരാ? സംസാരിക്കും. ഞാൻ നാട്ടിലാണുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹൃത്ത് കാശിഫ് ഉസ്താദിന്റെ നല്ല പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പം തന്നെ ഒന്നിച്ച് കുറച്ചു കാലം പഠിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ സമാജത്തിൽ നല്ല പ്രഗത്ഭനായ ഒരു പ്രഭാഷകനായിരുന്നു ബഹുമാനപ്പെട്ട അനിൽ കാശിഫ്. ബഹുമാനപ്പെട്ട പറഞ്ഞ പണ്ഡിതന്മാർക്ക് നാവ് വാളാവണമെന്നല്ല പറഞ്ഞത്. ആ നാവ് വാളായി കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ അനുഗ്രഹം ലഭിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട കാശിഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥ. ഇൻഷാ അല്ലാഹ് ഈ വേദി ഒരുക്കിയ ബഹുമാനപ്പെട്ട കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിലെ കമ്മിറ്റിക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ സന്ദർഭത്തിൽ. എന്തൊക്കെ ഉസ്താദ് സുഖനല്ലേ കാശിഫ്? ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ പറഞ്ഞപ്പെട്ട ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബും ഒക്കെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരുപാട് ആത്മീയ തലത്തിലേക്ക് സംഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഒരുപാട് കൈവീഴ്ച കൊണ്ടുപോകാനും കാശ്മീർ സംസാരത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗങ്ങൾ മറ്റൊരു സെഷൻ ഇവിടെ 6 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു, നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്. അപ്പൊ അതുകൊണ്ട് ഇനി വിഷയ സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ അവസരം. വിഷയ സംബന്ധമായ ആർക്കെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മാത്രം റൈസ് ഹാൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ തുടങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷിഹാബ് മാഷത്തിൽ ഓൾറെഡി അവിടെ മറ്റൊരു ലിങ്കില് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അതെ, സ്കിൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ടൊരു ക്ലാസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ബഹുമാനപ്പെട്ട കാശിഫ് ഉസ്താദിന്റെ സംസാരം നമ്മുടെ സമയത്തുള്ള വെള്ളിയാഴ്ച രാവിലെ നേരത്തെ സംസാരിച്ച ഒരു വിശ്രമത്തിന്റെ സമയമാണെങ്കിൽ പോലും സംഘടനാ പ്രവർത്തകർക്ക് ആത്മീയമായ ഒരു ചൈതന്യം നൽകുന്ന, വളരെ ആവേശം ഉണ്ടാക്കുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു നേരായ വഴിയിലാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സംസാരമായിരുന്നു. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ഈ സംഗമത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇസ്ലാമിക് കൗൺസിലിന്റെ അഭിനന്ദനായ ട്രഷറർ ബഹുമാനപ്പെട്ട ES അബ്ദുറഹിമാൻ ഹാജി ഉണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ES അബ്ദുറഹിമാൻ ഹാജി നന്ദി ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ചിന്തോപിതമായ നല്ലൊരു ക്ലാസ് ആയിരുന്നു അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയത്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. തുടർന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും നമ്മുടെ പല പദ്ധതിയുമായിട്ട് ഒത്തുചേരാം. അതിന് പഠിച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടെ 3 സലാത്തോടെ യോഗം പിരിച്ചിട്ട് അറിയിക്കുന്നു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. മഷ്കൂർ ജസാക്കല്ലാഹ് ഖൈർ. എല്ലാവർക്കും നന്ദി. ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ഒരു 2.5 മണിക്കൂർ സമയം ഇത് രാവിലെ ഇങ്ങനെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഉസ്താദിനും ദുആയിൽ ഉൾപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. സലാം. കാശ് ഉസ്താദ്, ഒരു മണിക്കൂർ ഡിഫറൻസ് ആണ് ഇവിടെ 6:30 ദുബായിൽ 7:30. നിങ്ങളെക്കാൾ 1 മണിക്കൂർ മുമ്പേ നമ്മ വന്നിന്. ഉറങ്ങിയിട്ടുണ്ടാവില്ല നേരത്തെ. ഇൻഷാല്ലാഹ്. ഇൻഷാല്ലാഹ്. നിസാർ സാഹിബ് ഇല്ലടാ? നിസാർ സാഹിബ് അവിടെ ഉണ്ട്. ഈ എന്റെ റെക്കോർഡിങ് പിന്നെ ഈ റെക്കോർഡിങ് ഇപ്പൊ അക്കൗണ്ടിലാണ് റെക്കോർഡിംഗ് ആയിട്ടുള്ളത്, സിസ്റ്റത്തിലല്ല. ഞാൻ ഫസ്റ്റ് മെസ്സേജ് എങ്ങനെ ഇനി അത് എങ്ങനെ തിരിച്ചെടുക്കാന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇത് ഓട്ടോമാറ്റിക് റീട്രൈവ് ആവുക. നിങ്ങൾ ഇത് ഇവിടെ ഇനാബിൾ, ഞാൻ ഇവിടെ ഇതാക്കുന്ന സമയത്തെ ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റത്തേക്ക് ഇനാബിൾ ആവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ചെക്ക് ചെയ്തോ ഇൻഷാല്ലാ. ഞങ്ങൾ റേസ് ആൻഡ് ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങള് സംശയം ചോദിക്കാൻ ചെയ്തേനു. അതെ, ഞാൻ എന്നാച്ചാല് നമ്മള് പിന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. സമയത്ത് നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ നല്ല ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ പരിപാടിക്ക് നമ്മൾ വിചാരിച്ച എഫക്റ്റീവ്നെസ് കിട്ടൂല. എപ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതിന് കാണണം. അപ്പൊ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങോട്ടാക്കി വെച്ചാലും പ്രശ്നമില്ലായിരുന്നല്ലോ. അല്ല, ഇതിപ്പോ ആളുകൾ ഈ പിന്നെ ഞാൻ നിർത്താൻ ചില പേഴ്സണൽ സംസാരത്തിലേക്ക് പോവാണ്, മറ്റേതാൾ തുടങ്ങാറാണ്ട് പിന്നെ വിഷയ സംബന്ധമായ ഡൗട്ട്സ് ഒന്നും കാണാത്തതുകൊണ്ടേ. സംബന്ധമായിട്ട് വെച്ചാൽ നമ്മളൊരു അരമണിക്കൂറും കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് ശരിക്ക് നമുക്ക് പിന്നെ ഉസ്താദ് പറയാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പരിപാടി അന്ന് നമ്മൾ ഇതിന്റെ പരിപാടി വെച്ച പോലെ തന്നെ നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് പരിപാടിക്ക് പോകും. നമ്മൾ 4:30 നമ്മൾ ഉസ്താദിന്റെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഒരു 6 വരെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. കാരണം ആളുകൾ ഇപ്പൊ സ്റ്റാർട്ടിങ് ചോദിക്കൂല. അപ്പൊ 1-2 ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ചോദ്യങ്ങൾ വരിക. എപ്പോഴും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് വാട്സപ്പിൽ വരാം. ഇത് എന്റെ കേട്ടാ. എന്റെ